അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യ താണ ദേശത്ത് ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സാരഥികളെ, നമ്മുടെ അധ്യക്ഷൻ, ദീനിയായ ഏത് കാര്യത്തിനും ഒരുമിച്ച് ചേരുന്നു എന്ന് കേൾക്കുമ്പോൾ ജീവിതത്തിൻ്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എത്തിച്ചേരുന്ന സ്നേഹനിധികളായ ഇസ്ലാമിക കുടുംബത്തിലെ മെമ്പർമാരെ, സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷാ സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇസ്ലാമിൻ്റെ കാതലായ വശങ്ങളും അതുപോലെ തന്നെ കർമ്മശാസ്ത്ര വിധികളും നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നമ്മൾ നെഞ്ചോട് ചേർക്കുമ്പോഴാണ് നമ്മൾ ഒരു മുസ്ലിമാവുക. അത് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഒരു അഭിമാനമായി തോന്നണം. ഞാനിങ്ങനെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് എല്ലായിടത്തും അവഗണിക്കപ്പെടുകയാണ് എന്നും നേരം വെളുത്താൽ ഓരോ തരത്തിലുള്ള ഭീഷണികളാണ്. വിശ്വാസിയായി എന്നതിൻ്റെ പേരിൽ നാണക്കേടാണ് എന്നൊക്കെ തോന്നിത്തുടങ്ങുന്ന എന്നതിലുപരി തോന്നിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നൊരു കാലമാണ്. ഇതൊരു പുതിയ അനുഭവമല്ല. ഇസ്ലാം അള്ളാഹു ഈ ലോകത്ത് ഈ ഒരു മഹത്തായ സന്ദേശത്തെ നൽകിയതു മുതൽ അത് ഉൾക്കൊള്ളുന്നവരെയും അത് പ്രചരിപ്പിക്കുന്നവരെയും അത് പ്രബോധനം ചെയ്യുന്നവരെയുമൊക്കെ കൊല്ലുകയും അതുപോലെ തന്നെ പരിക്കേൽപ്പിക്കുകയും വഴിയിൽ മുള്ളിടുകയും കുടൽമാല ചാർത്തുകയും ഒക്കെ ചെയ്ത ചരിത്രങ്ങൾ നമ്മളുടെ മുമ്പിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായ ചരിത്രത്തിൻ്റെ പാഠങ്ങളിലൂടെയും അതിൻ്റെ വഴികളിലൂടെയും ഒക്കെ സഞ്ചരിച്ച ആളുകളാവുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കേണ്ടത് ഒരു പരീക്ഷണമില്ല എങ്കിൽ നമ്മളെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ്. നമുക്കൊരു പ്രയാസമില്ല, മറ്റൊരു തരത്തിലുള്ള പ്രതിസന്ധികളൊന്നുമില്ല. സുഖസുന്ദരായി നേരം വെളുക്കുന്നു, സുഖസുന്ദരമായി വൈകുന്നേരമാകുന്നു. വിശ്വാസി എന്ന തരത്തിലൊന്നുമില്ല, നിസ്കരിക്കുക, അവനാൻ്റെ ഇബാദത്ത് ചെയ്യുക, കടന്നുറങ്ങുക, വേറൊന്നും. അങ്ങനെ ആയിപ്പോയാൽ നമ്മളുടെ വിശ്വാസത്തെ, അള്ളാഹുവിനെ മാറ്റുരക്കാൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് ആരാണ് യഥാർത്ഥ വിശ്വാസി എന്ന് മനസ്സിലാകത്തക്ക രൂപത്തിലുള്ള ഓരോ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കും. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷീണിതർ എന്ന് പറഞ്ഞാൽ പരീക്ഷണം കൊണ്ട് ക്ഷീണിച്ചു പോയവർ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയാ, പ്രവാചകരെ, ഞങ്ങളൊക്കെ തന്നെയാണ്, ഞങ്ങളൊക്കെ കണ്ടില്ലേ, വീടും ഒക്കെ വിട്ടേച്ച് പോരേണ്ടി വന്നു, ഞങ്ങളെ സമ്പത്തൊക്കെ ഒഴിവാക്കി, ഞങ്ങൾക്ക് ആരും ഞങ്ങളെ സ്നേഹിക്കാനില്ല, ഞങ്ങൾ ഉറ്റവരില്ല, ഉടയവരില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഏറ്റവും കൂടുതൽ പരീക്ഷണ വിധേയരായവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്.
പിന്നെ ആരാണ്? പിന്നെ അതുപോലെയുള്ളവ. അപ്പോൾ അള്ളാഹു തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടം വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷണ വിധേയരാകുമ്പോഴാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ വരുമ്പോൾ അനമിനൽ മുസ്ലിമീൻ എന്ന് ആരാണ് പറയുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആധുനികതയിൽ ഒരുപാട് പ്രതിസന്ധികളും അതുപോലെ തന്നെ വിശ്വാസികൾ തന്നെ മടുത്തു പോകുന്ന ഒരു കാലം എത്തിയിട്ടുണ്ട് എന്നതാണ്. ഇതൊന്നും നമ്മൾ കേൾക്കാത്തതല്ല. അവസാന കാലം ഈ ഇസ്ലാം മദീനയിലേക്ക് തന്നെ ഉറവാകളായി അവസാനം മദീനത്തിലേക്ക് അപരിചിതത്വത്തിലേക്ക് ഒതുങ്ങുമെന്നാണ്. പുതുതായി ഇതിനെക്കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ചിട്ടകളും ചട്ടങ്ങളും കൊണ്ടു നടക്കാനൊന്നും ആളുകൾക്ക് മടി, അല്ലെങ്കിൽ എന്താണ് അതിനോടൊരു ആലസ്യം ഒക്കെ വന്ന് ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ മരിച്ച കബർക്ക് വെച്ച് കിട്ടിയാൽ മതി എന്ന് തോന്നുന്ന, കേട്ടാൽ വിചാരിക്കുക അത് കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിൻ്റെ ടിക്കറ്റ് മുറിച്ചതാണ് നമുക്കൊക്കെ നമ്മൾ വിചാരിച്ചു പോകും. പക്ഷേ നമ്മൾ എത്രയോ വഴികളിലൂടെ ഇനിയും സഞ്ചരിക്കാനുണ്ട്. ആ സഞ്ചാരപാതകളിലൂടെയുള്ള ത്യാഗങ്ങളെയൊക്കെ നമ്മൾ അറിഞ്ഞാൽ, നമ്മൾ വായിച്ചാൽ, പഠിച്ചാൽ നമ്മളൊക്കെ അതിൻ്റെ ചിലപ്പോൾ 1%, 2% ഉണ്ടാവുള്ളൂ. നമ്മളുടെ പൂർവ്വകാലത്തുള്ള ആളുകൾ തന്നെ ഈ നമ്മുടെ കണ്ണൂരിലും കോഴിക്കോടും മലപ്പുറത്തും തിരൂരിലും അതുപോലെ തന്നെ എറണാകുളത്തും പിന്നെ ആലപ്പുഴയിലുമൊക്കെ കഷ്ടപ്പെട്ടത് നമ്മളുടെ ചരിത്ര പാഠങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രബോധനം ചെയ്യുമ്പോൾ അതിലുപരിയായ ടെൻഷനും വിഷമങ്ങളും ഒരു ഭാഗത്ത് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അമിതമായ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ലോകമാണ്. ഏതാണ് ഈ അമിതമായ ആത്മവിശ്വാസം? ഈ ലോകത്തെക്കുറിച്ച്, നമ്മൾ ജീവിക്കുന്ന ലോകം അതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. നമുക്ക് ഈ ലോകമുള്ളൂ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ആ പറഞ്ഞ ആളുകളുടെ കുടുംബത്തിൽ നിന്ന് ആളുകൾ മരിച്ചു പോകുന്നുണ്ട്, പരലോകത്തേക്ക് പോയിട്ട് 10 കൊല്ലമായവരുണ്ട്. അതേപോലെ തന്നെ ആശുപത്രിയിൽ നിന്ന് പരലോകത്തേക്കുള്ള ഇഹലോകത്തേക്കുള്ള മത്സരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കണ ആളുകൾ പൈപ്പും കുഴലും ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹുബ്ബുദ്ദുനിയാ റഅസുകുല്ല ഖതീഅ, ദുനിയാവിനോടുള്ള അമിതമായ ആത്മവിശ്വാസം, അമിതമായ സ്നേഹം. ദുനിയാവ് തന്നെയാണ്, ദുനിയാവാണ്, ദുനിയാവാണ്. അവിടുത്തെ തീറ്റ, അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ ഉറക്കം, അവിടുത്തെ സൗധങ്ങൾ, അവിടുത്തെ സൗകര്യങ്ങൾ, അവിടുത്തെ എല്ലാം അങ്ങനെ വിചാരിക്കുന്നവൻ എല്ലാ തിന്മകളിലേക്കും അവൻ എത്തി നോക്കുമെന്നാണ്. വ്യഭിചാരത്തിലേക്കെത്തും, അതിന് സാധ്യമാകാത്ത വിധം കൊലപാതകങ്ങളിലേക്കെത്തും, വ്യഭിചരിച്ചതിന് ശേഷം കൊല്ലുന്നവരുണ്ട്. അങ്ങനെ ഏതൊക്കെ തിന്മകൾ ഈ ദുനിയാവിലുണ്ടോ ആ തിന്മകളോടൊക്കെ മെല്ലെ ഒന്ന് നുള്ളി നോക്കാനും തൊട്ടു നോക്കാനും അതിനെ ഒന്ന് സ്പർശിക്കുവാനും മനുഷ്യൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. പിന്നെ നമ്മളെ പഠിപ്പിച്ചു ദാലിക ബി അന്നഹും ഇസ്തഹബ്ബു അൽ ഹയാത്തുദ് ദുനിയ അലൽ ആഖിറ വ അന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. അല്ലാഹ് നിഷേധികളെ ഇഷ്ടപ്പെടുന്നില്ല. എന്താണ് നിഷേധികളുടെ ഒരു ക്വാളിറ്റി പറഞ്ഞത്? അവരെ ദുനിയാവിനെ അങ്ങേയറ്റം അവരിഷ്ടപ്പെടും. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആഖിറത്തിന് അവർക്കൊരു സ്ഥാനവും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പം നമ്മളങ്ങനെയാണ് എന്നല്ല. ആധുനികത എന്ന് പറയുന്നത് ഇത് ലോകമുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. അവൾ ഏതോ കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു ട്രെയിൻ കാത്തിരിക്കുകയാണ് അവർ. അപ്പോൾ ആ ഇരിക്കുന്ന സമയം നമ്മൾ തൊട്ട് ബാക്കിലാവുമ്പോൾ അവർ സംസാരിക്കണമൊക്കെ നമുക്ക് സ്വാഭാവികമായി കേൾക്കും, നമ്മൾ ശ്രദ്ധിക്കല്ല. പക്ഷേ എങ്കിലും എന്താണ് അവരുടെ സംസാരം? നമ്മൾ കൗമാരക്കാരെയൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നോക്കുമ്പോൾ ഈ കുട്ടിയോട് പറയാണ്, മോളെ നീ എൻ്റെ കൂടെ ജീവിച്ചോ എന്നാണ്. അവർ പഠിക്കണ കാലമാണ്, അപ്പോഴേക്ക് ജീവിതമൊക്കെ തീരുമാനിക്കുകയാണ്. നീ എൻ്റെ കൂടെ ജീവിച്ചോ. അപ്പോൾ ആ കുട്ടി പറയാണ്, നിങ്ങളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ ഇഷ്ടവും അതോടൊപ്പം തന്നെ വിവാഹത്തിൻ്റെ കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടല്ലേ എനിക്കെൻ്റെ ജീവിതത്തിനൊരു അംഗീകാരം കിട്ടുള്ളൂ, സ്വർഗം കിട്ടുള്ളൂ. അപ്പോൾ ആ സഹോദരൻ പറയാണ്, അങ്ങനെയൊന്നുമില്ല, സ്വർഗം അതൊന്നുമില്ല, ആകെ ഇതേ ഉള്ളൂ, ഈ ലോകേ ഉള്ളൂ, ഇനി ഇതിൻ്റെ അപ്പുറം വേറൊന്നും വരാനൊന്നുമില്ല, എന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറയാണ്, ഞാനിങ്ങനെ മദ്രസയിലൊക്കെ പഠിച്ച സമയത്ത് അവിടുന്ന് ഞങ്ങൾക്കിതൊക്കെ ആയത്തും ഹദീസും ഓതിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊക്കെ വെറുതെ പറയാടി എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് എന്നുള്ളൊരു നിരീശ്വരവാദിൻ്റെ പ്രസംഗം കേൾപ്പിക്കുകയാണ് ഈ കുട്ടിക്ക്. അപ്പോൾ എന്താണ് ഉദ്ദേശം എന്നറിയോ? ഓനൊരു ദിവസത്തിന് ഓളെ ആ ട്രെയിനിലൊന്ന് കിട്ടണം. അതിന് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്?
ദൈവമല്ല, പടച്ചോല്ല, പരലോകമല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ പോലെ സുഖങ്ങൾ നടക്കും. അതാണ് ആധുനികതയിൽ ഇതൊക്കെ കടന്നു വരും. എന്തിനാണ് ഇസ്ലാമിനെ ഇങ്ങനെ എല്ലാവരും കൂടെ നശിപ്പിക്കാൻ ശ്രമിക്കണം എന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള ധാർമ്മികതയും ധാർമ്മിക ബോധവും കുഞ്ഞുമക്കൾ മുതൽ വലിയവർ വരെ നൽകുന്ന ഒരു കൃത്യമായ ഒരു ഡാറ്റ നമുക്കതിൽ നിന്ന് എവിടെ നിന്ന് ലോകത്ത് എവിടെ പോയാലും കിട്ടും. അപ്പം അതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേ ഉള്ളൂ മദ്യവും അതുപോലെ തന്നെ ചൂതാട്ടവും അതുപോലെ തന്നെ മദിരാശിയുമൊക്കെ വ്യാപകമായി കിട്ടുക. ഇതിനെ നശിപ്പിച്ചാലേ ഉള്ളൂ. അപ്പോൾ ആ നശിപ്പിക്കുന്നതിൻ്റെ ഇരകൾ ക്യാമ്പസുകളിൽ നിന്ന് തുടങ്ങുകയാണ്. ക്യാമ്പസുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ വലിയ ക്യാമ്പസുകൾ. ആ വലിയ വലിയ ക്യാമ്പസിലുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ കുറച്ചൊക്കെ തല കൊണ്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. നമ്മുടെ നാടുകളിലെ ക്യാമ്പസുകളിലടക്കം ഇത്തരത്തിലുള്ള തിന്മകൾക്ക് കാരണമാകാൻ വേണ്ടി, സാഹചര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ദൈവബോധമുള്ള, പടച്ചോനെക്കുറിച്ച് ചിന്തിക്കുന്ന, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരെ പറഞ്ഞ് അവരുടെ തലച്ചോറിനെ മാറ്റാൻ വേണ്ടി ശ്രമം നടക്കുന്നു എന്നത് രക്ഷിതാക്കളായ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കുക. അതൊരു വലിയ തത്വമായി വരണമെന്നില്ല. താൽക്കാലികമായ അവരുടെ അനക്കത്തിനും അവരുടെ ഇറക്കത്തിനും പോക്കിനും വരവിനും അവരുടെ സുഖ സൗകര്യങ്ങൾക്കുമൊക്കെ അങ്ങനെ പറഞ്ഞും ബോധ്യപ്പെടുത്തുന്നുണ്ടാകാം. അപ്പോൾ ഈ ദുനിയാവിനപ്പുറം നമ്മളുടെ ഒരു മരണവും, മരണം കഴിഞ്ഞാൽ ഒരു ജീവിതവും, ആ ജീവിതത്തിൽ നമുക്ക് സ്വർഗവും അതിന് ജീവിതത്തിൽ നമുക്ക് നരകവും ഒക്കെ ഉണ്ട് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ നമ്മൾ അത് ഉൾക്കൊള്ളുമ്പോഴാണ് ഈ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാവുക. അല്ല എങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കൂ, നമ്മളുടെ ഈ ജീവിതം എത്രത്തോളം ആണ് നമ്മൾ അവസാനം നമ്മൾ എഴുന്നേറ്റ കട്ടിലേക്ക് തന്നെ രണ്ടാമത് പോവുകയാണ് അല്ലേ? അന്ന് പല്ലില്ല, അവസാനം പിന്നെയും പല്ലില്ല. അന്ന് കാഷ്ടിച്ചത് ആ ബെഡ് തന്നെയാണ്, അവസാനം കാഷ്ടിക്കുന്നത് ആ ബെഡ് തന്നെയാണ്. അന്ന് മൂത്രിച്ചത് ഉമ്മാൻ്റെ ബെഡിൽ, ഉമ്മാൻ്റെ മടിത്തട്ടിലാണ്. അവസാന കാലത്ത് മൂത്രിക്കുന്നത് ചിലപ്പോൾ ഭാര്യൻ്റെ മടിത്തട്ടിലായിരിക്കാം. അപ്പോൾ അന്ന് കണ്ണിന് കാഴ്ച നമുക്കത്ര ബുദ്ധിയില്ല, അവസാനം നമുക്ക് ബുദ്ധിയില്ല. മനുഷ്യൻ എന്ത് നേടിയെന്ന് വെച്ചാൽ ഒന്നുമില്ല. പക്ഷേ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. നമ്മൾ സത്യം കൊണ്ട് ഉപദേശിക്കുകയും സത്യം ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ ദഅവ നടത്തുകയും ഒക്കെ ചെയ്ത് വിശ്വസിക്കുകയും ക്ഷമ കൊണ്ട് ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഖബറിലേക്ക് താഴേക്ക് പോകല്ല, നമ്മൾ വീണ്ടും 6 അടി മണ്ണിലേക്ക് പോകുന്നത് വീണ്ടും നമ്മൾ വിണ്ണിലേക്ക് പോകുന്നതിന് തുല്യമായിട്ടാണ്. കാരണം നമ്മുടെ ആത്മാവിനെ അള്ളാഹു മലക്കുകളെ കൊണ്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ വിശ്വാസപരമായി നമ്മൾ ഈ ലോകത്തിൽ വിശ്വസിക്കുന്നു എന്ന് മനസ്സിലാവുമ്പോൾ ഈമാൻ കാര്യത്തിൽ ഒന്ന് ആഖിറത്തിൽ നമ്മൾ വിശ്വസിക്കുക, ഖിയാമത്തിൽ വിശ്വസിക്കുക. 2 ത്യാഗജീവിതങ്ങളെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും സഹിച്ചൂടാ, ഒരു പ്രയാസവും സഹിച്ചൂടാ. നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു നല്ല AC ഹാളിലാണ് വന്നിരിക്കുന്നത് അല്ലേ? ചിലപ്പോൾ നമുക്ക് അങ്ങാടിയിലേക്കാണ് ഒരു അത് നടക്കണേ. അപ്പം നമ്മളവിടെ പോയിരിക്കും. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാവരും കടപ്പുറത്തായിരുന്നു അല്ലേ? ആ മണലിലാണ് ഇരുന്നത്. അങ്ങനെ കാരണം നമുക്ക് മണലെങ്കിൽ ഉണ്ടല്ലോ, മാത്രമല്ല അത്ര ആൾ വരാണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഈ ആദർശത്തിനും ഈ പ്രസ്ഥാനത്തിനും അതേപോലെ ജുമാഅക്കും ജമാഅത്തിനും ഒക്കെ വളരെ വളരെ സാഹസപ്പെട്ടിട്ടായിരിക്കാം നമ്മൾ ഈ ദീനീ രംഗത്ത് നിലനിൽക്കുന്നത്. അങ്ങനെ നിലനിൽക്കാൻ അടുത്തൊരു തലമുറക്ക് ചിലപ്പോൾ എന്തില്ല കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു 5% പോലും നമ്മുടെ മക്കളെ നമ്മൾ കഷ്ടപ്പെടരുതേ. പക്ഷെ ഖുർആൻ പറയണോക്കെ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്. ഈ പരിശുദ്ധ ഖുർആനിലെ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ആ നിർഭയത്വമായ ആ ഭൂമി, ആ രാജ്യം ഏതാണ്? മക്കയാണ്. മാത്രമല്ല വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഈ നാട്ടിൽ നീ ഇറങ്ങി വന്ന് ഇവിടെ ജീവിക്കേണ്ടുന്ന ഒരു നിയമമാണ്, ഒരു സാഹചര്യമാണ് ഇബ്രാഹിമേ നിനക്കുള്ളത്. വാലിദിൻ വമാ വലദ് എന്ന് പറഞ്ഞാൽ വാപ്പയും മകനും തന്നെയാണ് സത്യം. ഏതാണ് ആ വാപ്പ, ഏതാണ് ആ മകൻ? ആ വാപ്പയും മകനും വല്ലാതെ കഷ്ടപ്പെട്ടു, ഉമ്മയും വല്ലാതെ ബുദ്ധിമുട്ടി. നമ്മളെ ജീവിതത്തിലെ ത്യാഗങ്ങൾ ഉണ്ടാകണം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണം, പ്രയാസങ്ങൾ ഉണ്ടാകണം. അതൊന്നുമില്ലാതെ സുഖാസ്വാദനത്തിൻ്റെ ലോകത്തേക്ക് കടന്നു പോകാം എന്ന് പറയുന്നു. ഇപ്പോൾ അടുത്ത ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പാട്ട്, ആ പാട്ട് നമ്മൾ മുഴുവനൊന്നും പാട്ടൊന്നും കേൾക്കൂല യാത്രയില്ലേ. ആ കേൾക്കണ കൂട്ടത്തിൽ മാന്യ മഹാജനങ്ങളെ എന്നാണ് തുടങ്ങണത്. അത് കഴിഞ്ഞിട്ടുള്ളത് എന്തൊക്കെയോ സ്പീഡ് പറയുന്നുണ്ട്. പക്ഷേ പണിക്ക് പോകണ്ട, ജോലിക്ക് പോകണ്ട, നമ്മൾ അടിച്ചു പൊളിച്ചേണ്ട കാലാണ്. ഇങ്ങനെ ഡ്യൂട്ടി ഉത്തരവാദിത്വം ഏൽക്കണ്ട, ആരെയും നോക്കേണ്ട ബാധ്യത ഒന്നുമില്ല
എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വേർഡുകൾ അതിലുണ്ട് തോന്നി. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു, മാന്യ മഹാജനങ്ങളെ എന്ന് പറഞ്ഞാൽ ആ പാട്ടിൻ്റെ വരിയൊന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോൾ അത് കേൾക്കണോ ഒരു പണിക്കും പോകില്ല, അത് കേൾക്കണോ ഒരു വാപ്പാനി നോക്കൂല. കാരണം ഓൻ ആകെ കുളു മണാലി ടൂറ് പോയി ഉള്ള പൈസ അടിച്ചു പൊളിക്കണം എന്ന് മാത്രമേ അവനെ ഇന്ന് കിട്ടുള്ളൂ. വേറെ ജീവിതം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി പടച്ചോ ഇത്ര സുന്ദരമായ ബുദ്ധിയുള്ള അന്തമുള്ള ഒരു മനുഷ്യനെ അള്ളാഹു ഈ ലോകത്തേക്ക് അയക്കണോ? അതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് പൂർത്തീകരിക്കുക എന്നാണ്. എന്നിട്ട് പറയാ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ നാം സൃഷ്ടിച്ചത് പ്രയാസം സഹിക്കാവുന്ന. ആടിൻ്റെ കുട്ടി 2 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് നടക്കും, ആനക്കുട്ടി 1 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് നടക്കും, പശുവിൻ്റെ കുട്ടി എഴുന്നേറ്റ് നടക്കും, കുരങ്ങൻ്റെ കുട്ടി എഴുന്നേറ്റ് നടക്കും, പൂച്ചൻ്റെ കുട്ടി 6 ദിവസം കൊണ്ട് എഴുന്നേറ്റ് നടക്കും, നായൻ്റെ കുട്ടി 6 മാസം കൊണ്ട് എഴുന്നേറ്റ് നടക്കും. ഫി കബദ്, മനുഷ്യൻ 8-9 മാസം കഴിഞ്ഞാലേ ഓൻ എഴുന്നേറ്റ് നടക്കുള്ളൂ. അതെന്തുകൊണ്ടാണ്? തീയിൽ മുളച്ചത് വെയിലത്ത് വാടാതൊക്കെ പടച്ചോ ഉമ്മാൻ്റെ അടുത്തും ബാപ്പാൻ്റെ അടുത്തും കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടാനും അവരുടെ പ്രകൃതവും അവരുടെ സംസ്കാരവും സ്വഭാവമൊക്കെ കിട്ടാനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന, അവർക്ക് പകർന്നു കൊടുക്കുന്ന എന്താണ്? ഇസ്ലാമിൻ്റെ സംസ്കാരമാണ്. പക്ഷേ പലപ്പോഴും ഇസ്ലാമിൻ്റെ സംസ്കാരം നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ നമുക്കൊരു ഭയമാണ്, ഓല് ബുദ്ധിമുട്ടുമോ. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ഇതൊക്കെ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കടലാസുകളൊക്കെ. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങനെ, നമ്മളെ മക്കളൊക്കെ ഈ കാര്യമൊക്കെ വലിയ ബുദ്ധിമുട്ടാവില്ലേ, വലിയ പ്രയാസമാവുമല്ലേ, ഇതൊക്കെ ഇനി നിലവിൽ വന്ന് വലിയ പ്രയാസത്തിലായിരിക്കും ജീവിക്കണം. അപ്പോൾ അടുത്തിരിക്കണ വേറൊരാൾ, മോനെ എൻ്റെ കാര്യം നോക്കിക്കോ, മക്കളെ കാര്യമൊന്നും ബേജാറ്, ഓർക്ക് ഒരു ബുദ്ധിമുട്ടും ഈ രാജ്യത്തുണ്ടാവില്ല. തട്ടണ്ടാ തട്ടണ്ട, പള്ളിക്ക് കൊണ്ടാ പള്ളിക്ക് കൊണ്ട, നിക്കരിക്കണ്ട നിക്കരിക്കണ്ട. അതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ വേണം എന്ന് തോന്നുന്ന ഒരു തലമുറ കഴിഞ്ഞു പോകുന്നുവോ, അതിൻ്റെ കുറ്റമാർക്കാണ്? അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന നമുക്കാണ് അതിൻ്റെ കുറവ് വരുന്നത്. അതുകൊണ്ട് അടുത്ത തലമുറക്ക് നമ്മൾ ത്യാഗജീവിതം സമർപ്പിക്കണം എന്ന്, കൊടുക്കണമെന്ന്. അവർക്ക് എങ്ങനെയാണോ ദീനിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, നിങ്ങളെ കണ്ണൂരെങ്ങനെയാണെന്ന് അറിയില്ല, മലപ്പുറം ജില്ലയിൽ ഒരാൺകുട്ടിയും 2 പെൺകുട്ടികളും ഉള്ള വീട്ടിൽ പുതിയാപ്പള പെണ്ണന്വേഷിച്ചാൽ അവന് പെണ്ണ് കിട്ടൂല. എന്തുകൊണ്ടാണ് അവന് പെണ്ണ് കിട്ടാത്തത്? അവൻ പെണ്ണന്വേഷിച്ചെന്ന് വീട്ടിലൊക്കെ ഏകദേശം കണ്ടു ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉമ്മയും മോളും വിളിച്ച് പറയും, അങ്ങോട്ട് കെട്ടിക്കണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്താണ് അങ്ങോട്ട് കെട്ടിച്ചാൽ? അവിടെ പോയാൽ പുതിയാപ്പൻ്റെ വാപ്പാനി നോക്കണം, ഉമ്മാനി നോക്കണം. അതിനാവില്ല. ഞങ്ങൾ ഒറ്റക്കായിട്ട് ഞങ്ങളിങ്ങനെ ഒരു ഫ്ലാറ്റിൽ കഴിഞ്ഞൂടെ, വാപ്പാനി ഉമ്മാനിയൊന്നും ആ കുട്ടിയെ ജനിപ്പിച്ച, ആ കുട്ടിക്ക് ജന്മം നൽകിയ ഉമ്മാനെ വരെ, അവരുടെ ഭർത്താവിൻ്റെത് പോട്ടെ, അവരത് വരെ ഉൾക്കൊള്ളാൻ കുട്ടി തയ്യാറാണില്ല എന്ന് മാത്രമല്ല, ഉമ്മമാർ പോലും തയ്യാറാണില്ല. അപ്പോൾ നമ്മളെന്ത് നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. എന്നാൽ ഈ അവസാനം ഇങ്ങനെ ഒളിച്ചോടിയ കുറേ ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ, ഇതൊക്കെ ഒഴിവാക്കി പള്ളിക്ക് പോകാതെ, ദീനിന് പോകാതെ, ഒരു കാര്യത്തിനും ഒരു 5 പൈസ ചിലവാക്കാതെ, ബാപ്പാനെ നോക്കാതെ, ഉമ്മാനെ നോക്കാതെ നടക്കുന്ന ആളുകൾ ആത്മഹത്യ ചെയ്യണത് കാണില്ലേ? ഈ പ്രപഞ്ചത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോഴുള്ള അനുഭൂതി, ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുക, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇസ്ലാം നമ്മൾ ഒരാളും എന്നെ കാണില്ല, പടച്ചോൻ എന്നെ കാണുന്നില്ല, എന്നെ ഇതൊന്നും അറിയാതെയാണ് സൃഷ്ടിച്ചത്, ഇതിങ്ങനെ അറിയാതെ അങ്ങനെ പറന്നു പോയതാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുന്നത്. നമ്മൾ ത്യാഗോജ്വലമായ ജീവിതത്തിന് തയ്യാറാകണം, ത്യാഗം സഹിക്കണം, കഷ്ടപ്പെടണം. നമ്മുടെ മക്കൾക്കും, ഇന്ന് നമ്മുടെ മക്കൾക്ക് പോലും ഈ പണത്തിൻ്റെ വിലയൊന്നും അറിയില്ല. എന്താണോ കിട്ടണം അത് ഒന്നിച്ച് തിന്ന് കഴിക്കും അവർ, അല്ലേ? ഞാൻ എൻ്റെ സ്കൂളിലെ മക്കളോടൊക്കെ ഞാൻ പറയാറുണ്ട്, മക്കളെ, ബാപ്പാർ ഞങ്ങളും മക്കൾ നിങ്ങളും ആയതുകൊണ്ട് ചിലപ്പോൾ പിടിച്ചൊന്ന് വരും ഒരു 5-6 കൊല്ലമൊക്കെ. ഇനി നിങ്ങൾ വാപ്പിയും നിങ്ങളെ മക്കളും ആകുമ്പോൾ എവിടെ വെച്ചാണ് ഇതെത്തുക എന്നറിയില്ല. കാരണം ആർക്കും എന്താണ് ഒരുമിച്ച് വെക്കേണ്ടതോ, അല്ലെങ്കിൽ ചിലവ് ചുരുക്കേണ്ടതോ, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നതിന്, ഞാൻ അധ്വാനിച്ച് കിട്ടുന്നതിന് കുറച്ച് ഞാൻ സേവ് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല, ചിന്തല്ല. അന്നാന്ന് കഴിഞ്ഞാൽ അന്നാന്ന് കഴിഞ്ഞു. അപ്പം എന്താണ്? ഇസ്ലാം ഒരു പ്ലാനിങ് കൃത്യമായി ജീവിതത്തിനൊരു ദർശനം തന്നിട്ടുണ്ട്. ജീവിത ദർശനമൊന്നുമില്ല, നേരം വെളുക്കുന്നു വൈകുന്നേരം ആകുന്നു, നേരം വെളുക്കുന്നു വൈകുന്നേരം ആകുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഹാളിലിരിക്കണം, ഇത് വൈകുന്നേരമാണ് നമ്മൾ വന്നിരുന്നതെന്ന് അറിയാം. വിദേശത്ത് പോയ ഒരു സഹോദരനെ കണ്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ വിശേഷമൊക്കെ? സുഖം തന്നെയാണ് മോനെ, രാവേതാണെന്ന് അറിയില്ല, പകലേതാണെന്ന് അറിയില്ല, പടിഞ്ഞാറ് ഏതാണെന്ന് ചോദിച്ചിട്ട് ആരും പറഞ്ഞില്ല, കാരണം അവിടെ കിബില കിഴക്കോട്ടാണ്, അപ്പോൾ അതും അറിയില്ല, തിങ്കളേതാണെന്നറിയില്ല, ചൊവ്വ ഏതാണെന്ന് അറിയില്ല. പക്ഷേ അയാൾ അതറിയും, ഡ്യൂട്ടിക്ക് ചേർന്നാൽ അത് കൃത്യമായി അറിയും. ഡ്യൂട്ടിക്ക് ചേരാതെ അദ്ദേഹം ഒരു റൂമിൽ, എളാപ്പാൻ്റെ അമ്മാവൻ്റെ റൂമിൽ വിശ്രമിക്കുമ്പോൾ അതൊന്നും അറിയാത്തുള്ളൂ. പക്ഷേ നമുക്ക് കൃത്യമായൊരു ഡ്യൂട്ടി ഈ ദുനിയാവിലുണ്ട്, രാവേതാ പകലേതാ.
ഇന്ന സ്വലാത്തി എൻ്റെ നിസ്കാരം, വനുസുക്കി എൻ്റെ ബലികർമ്മം, വമഹിയായ എൻ്റെ ജീവിതം, വമമാതി എൻ്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന് ഞാനിതാ സമർപ്പിക്കുന്നു. നമ്മളത് സമർപ്പണമാണ്. നമ്മളെ ജീവിതം നമ്മൾക്ക് വേണ്ടിയല്ല നമ്മൾ, കാരണം അള്ളാഹുവിന് നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. അപ്പം എൻ്റെ നിസ്കാരം അപ്പം നമ്മൾ നോക്കും, നിങ്ങൾ ഒന്നുണ്ടാക്കി നിസ്കരിക്കുന്നു. നമുക്ക് എന്തോ ഒരു സന്തോഷമാണത്. ഒരു പിന്നെ മുസ്ലിമായ ഒരു സാഹിത്യകാരൻ്റെ മകൻ ഒരു അപകടത്തിൽ മരണപ്പെട്ടു. അപ്പോൾ ആ മരണപ്പെട്ട ആളുടെ വീട്ടിൽ ഒരു ഹിന്ദുവായ ഒരു സാഹിത്യകാരൻ വന്നു. അങ്ങനെ സാഹിത്യകാരൻ വന്ന് ഈ ഉച്ചക്ക് മയ്യത്തെത്തുന്നേ ഉള്ളൂ മെഡിക്കൽ കോളേജിൽ നിന്ന്, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ്. ബാപ്പനെ അതിൻ്റെ മുമ്പ് തന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതാണ്. അപ്പോൾ ഈ വാപ്പ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ പഴയ തറവാട് വീടാവുമ്പോൾ അതിലൊരു വിടവ് കാണും, വാതിലിങ്ങനെ തുറന്ന് വെച്ചാൽ ഒരു വിടവ് കാണും. അപ്പോൾ ഈ വിടവിന് നേരെയാണ് ഈ ഹിന്ദുവായ സാഹിത്യകാരൻ ഇരിക്കുന്നത്. ഇദ്ദേഹം നിസ്കരിക്കുന്നത് ഇങ്ങനെ നോക്കിങ്ങനെ എല്ലാം നോക്കി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ വന്ന് ഇദ്ദേഹത്തെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മാഷേ ഇനി ഞാൻ പോവുകയാണ്. അതെന്തേ? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വന്നതാണ്. എന്നിട്ട് ഞാൻ ഇനി എന്താ ആശ്വസിപ്പിക്കാനാണ്? നിങ്ങൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങൾ ദൈവത്തോട് നിന്നു പറഞ്ഞു, പിന്നെ നിങ്ങൾ കുമ്പിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ വീണ്ടും നിന്ന് പറഞ്ഞു, വീണ്ടും നിങ്ങൾ മാഷേ നിങ്ങൾ കിടന്നു പറഞ്ഞു, വീണ്ടും നിങ്ങൾ ഇരുന്ന് പറഞ്ഞു, വീണ്ടും നിങ്ങൾ നിന്ന് പറഞ്ഞു, വീണ്ടും നിങ്ങൾ കുമ്പിട്ട് പറഞ്ഞു, വീണ്ടും നിങ്ങൾ കിടന്നു പറഞ്ഞു മാഷേ, വീണ്ടും നിങ്ങൾ ദീർഘമായി ഇരുന്ന് പറഞ്ഞു മാഷേ, പിന്നീട് വീണ്ടും മാഷേ നിങ്ങൾ നിന്നു, മാഷേ നിങ്ങൾ വീണ്ടും കുമ്പിട്ട് പറഞ്ഞു, വീണ്ടും നിങ്ങൾ കടന്നു പറഞ്ഞു, വീണ്ടും നിങ്ങൾ നിന്ന് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെയൊന്നും പറയില്ല, ഞങ്ങൾക്ക് തൊട്ട് പറയാനുള്ള അവസരമല്ല, നിങ്ങൾക്ക് എന്തൊരു സൗഭാഗ്യമാണ്. അപ്പോൾ അദ്ദേഹം പറയാം, ഞാൻ ഇത്രയും കാലം 49 കൊല്ലം ഞാൻ നിസ്കരിച്ചത് ഇങ്ങനെയായിരുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നമ്മളുടെ ആ ഒരു മാനസികമായി നമ്മൾ പറയുന്നത്, അള്ളാഹുവിനോടുള്ള അടുപ്പം, നമ്മൾ കുമ്പിടുന്നത്, നമ്മൾ സുജൂദ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന സ്വലാത്തി വനുസുക്കി, നമ്മൾ എന്തൊക്കെയാണോ ജീവത്യാഗങ്ങൾ ചെയ്യും, നമ്മളെ സാമ്പത്തികമായി അള്ളാഹുവിന് നേർച്ചയാക്കും, ബലിമൃഗത്തെ കൊടുക്കാറുണ്ട്, അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമ്മൾ സമയത്തെ കൊടുക്കാറുണ്ട്, ചിലപ്പോൾ നമ്മൾ വേറെ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ ഓടാറുണ്ട്. നമ്മളെ കുട്ടിയേക്കോ നമ്മളെ ഭാര്യക്കോ അല്ല, നമ്മളെ വാപ്പാക്കല്ലോ, വേറെ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ചിലപ്പോൾ വണ്ടി ഓടാറുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുന്നത് റബ്ബേ നിന്നെ വിചാരിച്ചിട്ടാണ്. വമഹയ എൻ്റെ ജീവിതം, വമമാത്തി എൻ്റെ മരണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം കാസർഗോഡ് പള്ളിയിലെ ഒരു ഉസ്താദ്, വണ്ടൂർക്കാരനാണ്, അദ്ദേഹം വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ ഒരുക്കി ബാഗിലാക്കി പോന്ന് കാസർഗോഡ് എത്തി. രാത്രി ഭക്ഷണം കഴിക്കാൻ കുട്ടികൾ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ രാത്രി ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പറയൂട്ടോ എന്ന് പറഞ്ഞു. ആ പറയൂട്ടോ എന്ന് പറഞ്ഞിട്ട് കാണാതെ വന്നപ്പോൾ ആ ഭക്ഷണം കഴിക്കുന്നിടത്ത് തന്നെ ചെരിഞ്ഞ് കിടക്കുകയാണ്. 54 വയസ്സ് പ്രായമാണ്. ഒരു ജോലിക്ക് വേണ്ടി വരുന്ന വമമാത്തി, എൻ്റെ മരണം എവിടെ നിന്നാകാം, എപ്പോഴാകാം, ട്രെയിനിൽ നിന്നാകാം, ബസ്സിൽ നിന്നാകാം, കിടക്കണം. സൈലൻ്റ് അറ്റാക്ക് വന്നാൽ നമ്മളെ ഭാര്യ പോലും അറിയില്ല. ആ സമയം വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ പൂർണ്ണമായ ഒരു ലക്ഷ്യത്തോടു കൂടി, പൂർണ്ണമായ ഒരു സംസ്കാരത്തോടു കൂടി, പൂർണ്ണമായ ഒരു ചര്യയോടുകൂടെ നമുക്ക് 50 കൊല്ലമാണെങ്കിൽ 60 കൊല്ലമാണെങ്കിൽ 70 കൊല്ലമാണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് ആരും പറഞ്ഞു തരാണ്ടാത്ത വിധം ഒരു വാക്ക് പറഞ്ഞു തരും. ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം, നീ അള്ളാഹുൽ വിശ്വസിച്ചു എന്ന് പറയുക. നീ എന്തു ചെയ്യുക? നീ പൂർണ്ണമായി അതിൽ സ്ഥിര അംഗത്വമുള്ളവനായി മാറുക. ചാഞ്ചാട്ട ഹൃദയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇന്ന് ചിലപ്പോൾ ഒരാഴ്ച ദീനുണ്ടാവും, പിന്നെ ദീനുണ്ടാവില്ല, ഒരാഴ്ച ദീനുണ്ടാവും, പിന്നെ ദീനുണ്ടാവില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ നമ്മൾ MSM കൂടെ വന്ന്, ISM കൂടി വന്ന്, KNM കൂടി വന്ന്, പിന്നെ MGM സഹോദരിമാരെ MGM. അപ്പോൾ ആളുകളൊക്കെ ചോദിക്കൂ, എന്താ ഇതിനാപ്പത് സംഘടനയൊക്കെ എന്നൊക്കെ ചോദിക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ആരും നമ്മളെ സംഘടനയ്ക്ക് ചേർക്കൊന്നുമില്ല. ഇജ് KNMക്ക് ചേരണോ, ISMക്ക് ചേരണോ, MSM ചേരണോ, MGM ചേരുന്നില്ലേ എന്നൊന്നും ചോദിക്കൂല. കാരണം എന്താ അറിയോ, ഇപ്പോൾ വോട്ട് ആരെങ്കിലും ചേർക്കാൻ വേണ്ടി നമ്മളെ പുരയെ കൂടി വരലുണ്ടോ? നിങ്ങൾ വോട്ട് ചേർക്കണില്ലേ, നിങ്ങൾ വോട്ട് ചേരുന്നില്ലേ, നിങ്ങളെ കുട്ടിക്ക് വോട്ട് ഉണ്ടാക്കണില്ലേ എന്ന് ആരോ വന്ന് പറയലുണ്ടോ? ഇല്ല. എന്താ കാരണം ഓരെന്താ പറയാറോ, നിങ്ങൾക്ക് വോട്ട് വേണോ, പൗരത്വം വേണോ, നിങ്ങൾ ചേർത്തോളി, ഞങ്ങൾക്ക് എന്താ. അതേമാതിരി തന്നെ ഇനി ദീനും വരിക. അവനവന് വേണം, അവനവൻ്റെ മക്കൾക്ക്
അവനവൻ്റെ ആദർശമുള്ളവർക്ക് നമ്മൾ ഈ റൂട്ടിലൂടെ പോകണോ, നമ്മൾ തന്നെ കണ്ടെത്തി, നമ്മൾ തന്നെ അന്വേഷിച്ച് ആ പാതയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഒരു വിശ്വാസി എന്ന് പറയുന്നത് അവൻ മുഅ്മിനാണ്, മുസ്ലിമാണ്, മുഹ്സിനാണ്, മുഖ്ലിസാണ്, ഖാനിത്താണ്. ഖുർആൻ പറഞ്ഞ ഒരായത്തിൻ്റെ ഭാഗത്തുനിന്ന് എടുത്ത 5 പദങ്ങളാട്ടോ അത്. മുഅ്മിൻ വിശ്വാസി, മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായി കീഴ്പ്പെടുക, മുഹ്സിൻ കുറേ നല്ലത് ചെയ്യുക, കുറേ നല്ല കാര്യങ്ങൾ, നമ്മൾ വെറുതെ എവിടെയെങ്കിലും ഇരിക്കല്ല, കുറേ നല്ല കാര്യം. മുഖ്ലിസ് നിഷ്കളങ്കമായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു അമല് അത് സത്യസന്ധമാണ്, മാത്രമല്ല അത് ഇഖ്ലാസോടുകൂടെ പൂർണ്ണമായി എൻ്റെ പുണ്യം. ഖാനിത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഖ് നോക്കിയാൽ കാണാം, ഒരു ദിവസം ഒരു 100 ആയത്തെങ്കിലും ശരാശരി ഓതുന്ന ഒരാൾ ഖാനിത്ത്, അങ്ങേയറ്റത്തെ ഭക്തൻ എന്ന രൂപത്തിലാണ് അറിയപ്പെടുക. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് നടക്കുമ്പോൾ നമ്മൾക്ക് നമ്മളുടേതായ അമലുകൾ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിയർ ആക്കണം. നമ്മളുടെ ലോകമെന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രതിസന്ധി, ഇച്ഛയെ പിൻപറ്റുക എന്ന. മൈ ബോഡി ഈസ് മൈ ചോയ്സ്. ഞാൻ എന്താണോ എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ പ്രവർത്തനം, ഞാൻ എഴുന്നേൽക്കുന്നത്, ഞാൻ കിടക്കുന്നത്, ഞാൻ തിന്നുന്നത്, ആ കന്തിനെ നിങ്ങൾ നോക്കണേ. അതൊക്കെ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, ഞാൻ എനിക്കിഷ്ടമുള്ളത് പോലെ ജീവിക്കും. അതിന് തോന്നിവാസം എന്നൊരർത്ഥത്തിൽ ചിലപ്പോൾ തോന്നിയതുപോലെ ജീവിക്കുന്നതിന് പറയാം. അപ്പോൾ അതൊന്നും ചിലപ്പോൾ ആരോടും നമ്മളൊന്നും പറയാൻ പറ്റൂല. പക്ഷെ ഓർക്കുക, ഹുവല്ലദീ ഖലഖക്കും, അവൻ നമ്മളെ സൃഷ്ടിച്ചവനാണ്. സുമ്മ യുമീതുക്കും, പിന്നെ മരിപ്പിക്കുന്നവനാണ്. സുമ്മ യുഹീക്കും, പിന്നെ ജീവിപ്പിക്കുന്നവനാണ്. സുമ്മ ഇലൈഹി തുർജഊൻ, അവങ്കലേക്കാണ് മടക്കപ്പെടുന്നത്. മരണം സംഭവിച്ചു എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും മരിക്കും, എല്ലാവരും ഇന്ന് ഒഴിവാവില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരും മരിക്കും എന്ന് പറഞ്ഞാൽ ആ മരിപ്പിക്കുന്നവൻ ആരാണ്? ഒരു പ്രൊഫസറും ഒരു പ്രൊഫസർത്തി. ദീനിയായ കാര്യങ്ങളിലൊന്നും വലിയ ചിട്ടയെ ആവശ്യമൊന്നും അവരുടെ ജീവിതകാലത്ത് അവർക്കില്ലായിരുന്നു. UGC സ്കെയിലായിരുന്നു. അങ്ങനെ യാദൃച്ഛികമായി ഒരു പള്ളിയിൽ നിന്ന് 2 ആൾ റിട്ടയർമെൻറ്റിന് ശേഷം ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ യാദൃച്ഛികമായി ചോദിച്ചു, സാർ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? പള്ളിയിലെത്തിയെന്നല്ല, ഈ നാട്ടിലെത്തിയത്. അദ്ദേഹം പറഞ്ഞു, പിന്നെ എന്നെ എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, മുമ്പേ അറിയാം, പക്ഷേ നിങ്ങൾ ഈ വഴിക്കൊന്നുമില്ലാത്ത, പിന്നെ ഹിദായത്ത് പഠിച്ചവനല്ലേ തരിക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയായിരുന്നു. 2 ആൺകുട്ടികൾ ഗൾഫിൽ പോയി, പിന്നെ 1 പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് വേണ്ടിയായിരുന്നു ഞങ്ങളുടെ ജീവിതം മുഴുവൻ. ആ പെൺകുട്ടിയാണ് ഞങ്ങളുടെ ജീവിതം. അങ്ങനെ ഇരിക്കെ അവളൊരു അപകടത്തിൽ മരിച്ചു. ഇത്രയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുത്തിയെ കൊണ്ടുപോയി ഞങ്ങളുടെ കണ്ണീര്, ഇതാരാണ് കൊണ്ടുപോയത് എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. ഞങ്ങൾ കണ്ടെത്തി അത് കൊണ്ടു തന്നവനാണ് കൊണ്ടുപോയത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം ഞങ്ങൾ അവൻ ആരാണെന്ന് അന്വേഷിച്ചു. അവൻ റബ്ബാണെന്ന് മനസ്സിലായി. ഞങ്ങളുടെ ശിഷ്ടകാലം മുഴുവനും ആ റബ്ബിനെ പ്രീതിപ്പെടുത്താനുള്ള കർമ്മങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നാട്ടിലാവുമ്പോൾ ആരും ഞങ്ങളെ വിശ്വസിക്കൂല. കാരണം ഞങ്ങളെ ഗേറ്റ് ഒരു മതകാര്യത്തിന് വേണ്ടി തുറക്കപ്പെട്ടിട്ടില്ല, ദുന്യവ്യായ കാര്യത്തിനെ തുറക്കപ്പെടുള്ളൂ. അങ്ങനത്തെ ഒരു നാട്ടിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കൂല. അതുകൊണ്ട് ഞങ്ങൾ പട്ടണത്തിലേക്ക് താമസം മാറ്റിയതാണ്. ഇനി ഞങ്ങളുടെ ശിഷ്ടകാലം എങ്ങനെയാണ്? കഴിഞ്ഞ വർഷം ഞങ്ങൾ ഹജ്ജിനും പോയി. അങ്ങനെ ഞങ്ങളുടെ കർമ്മങ്ങൾ നോക്കൂ നിങ്ങൾ, അപ്രതീക്ഷിതങ്ങളാണിതൊക്കെ. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് വേണം എന്ന് തോന്നുന്നത്, നമ്മളെ ആര് സൃഷ്ടിച്ചു, ആരാണ് നമ്മളെവിടേക്ക് അയച്ചത്, ആരാണ് കൊണ്ടുപോകുന്നത്, ആരാണ് മക്കളെ തന്നത്, ആരാണ് സമ്പത്ത് തന്നത്, ആരാണ് ആയുസ് തന്നത്, ആരാണ് ആരോഗ്യം തന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് എനിക്ക് കടമയുണ്ട്, കടപ്പാടുണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇപ്പം എന്താ പ്രത്യേകിച്ച് ഈ ദുനിയാവിൽ ആരോടാ കടപ്പാട് ഉണ്ടോ? പക്ഷേ നമുക്കാര് തന്നു. മാത്രമല്ല അങ്ങനെ ഈ രണ്ടാമത്തത്, ഈ ആഗ്രഹിച്ചതുപോലെ, ഞാൻ വിചാരിച്ചതുപോലെ, എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും എന്ന് പറയുന്നതും പറയിപ്പിക്കുന്നതും എന്താണ്? ആഗ്രഹങ്ങളാണ്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു കുന്ന് കിട്ടിയാൽ, സ്വർണത്തിൻ്റെ ഒരു കുന്ന് കിട്ടിയാൽ രണ്ടാമത്തെ ഒരു കുന്ന് നമ്മൾ ആഗ്രഹിക്കും, അപ്പോൾ മൂന്നാമത്തെ ഒരു കുന്ന് ആഗ്രഹിക്കും. അങ്ങനെ ആർത്തിയുടേതാണല്ലോ പരിശുദ്ധ ഖുർആൻ. നമുക്ക് നമ്മളെപ്പോഴും കേൾക്കുന്ന എന്നുള്ള സൂറത്ത് ശരിക്ക് 4 കാലുള്ള കുതിരനെയാണല്ലോ അതിൽ പഠിപ്പിക്കണേ. 4 കാലുള്ള കുതിരയെ, 4 കാലുള്ള കുതിര നല്ല നന്ദിയുള്ള ജീവിയാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ് അവസാനം, ഇന്നൽ ഇൻസാനിൽ റബ്ബിഹി ലകനും, ഇരുകാലിയായ മൃഗമായ മനുഷ്യൻ നന്ദി കെട്ടവനാണ്. ഇവന്നഹു അലാ ദാലിക ലശദീദ്, അവൻ അതിന് സാക്ഷിയാണ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, അവൻ എന്താണ്? പണത്തെ അമിതമായി ഇഷ്ടപ്പെടുന്ന, സമ്പത്തിനെ അമിതമായി ഇഷ്ടപ്പെടുന്നത് കൊണ്ട്
അവൻ അവൻ്റെ ലക്ഷ്യം തെറ്റുന്നു എന്നാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ നമ്മളെ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. നമ്മൾ എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പരിധി ഉണ്ടപ്പോഴും അല്ലേ? ഇപ്പൊ നമുക്ക് സമ്പത്ത് അൽഹംദുലില്ലാഹ് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷേ അതിനുവേണ്ടി സ്വഹാബത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ കേൾക്കാറുണ്ട്. റസൂലിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ എനിക്കും വേണ്ടി ദ്വാർക്കണം, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് ആടിനെയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആടിനെ വാങ്ങി ആ ആട് വിറ്റ് പിന്നെ റസൂലുള്ളാഹിനോട് ദ്വാർക്കണം എന്ന് പറഞ്ഞു. അതിന് തോട്ടം വാങ്ങി, പിന്നെ രണ്ടാമത്തെ തോട്ടം വാങ്ങി, പിന്നെ മൂന്നാം തോട്ടം വാങ്ങി റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലുള്ളാഹി നിങ്ങൾ ദ്വാർക്കണം കേട്ടോ. പിന്നെ മൂപ്പരെ ളുഹറിന് കാണാതെയായി, പിന്നെ അസറിന് നിസ്കരിക്കാൻ കാണാതെയായി, പിന്നെ മഗ്‌രിബിന് കാണാതെ വന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സുബൈക്കും ഇല്ലാതെയായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലം ചോദിച്ചു, എവിടെയാണ്? അല്ല റസൂലെ, അവിടെ ആ തോട്ടത്തിൽ പണിക്കൂലിയൊക്കെ കൊടുത്തു, പിന്നെ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് തളരുകയാണ്, പിന്നെ ക്ഷീണമാണ്, പിന്നെ അങ്ങനെ എത്തായിട്ടാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലമ കുറേയൊക്കെ കേട്ടിരുന്നു. ഇവരെ തിരക്ക് കേട്ട് വെച്ചല്ല, ഈ ദുനിയാവ് ഏതാല്ല, കാരണം പാച്ചില, ഒരു സമാധാനമല്ല, ഉറക്കമില്ല, നിസ്കാരം ഉണ്ടാവും, ഉറക്കമില്ല, ഭക്ഷണമല്ല, മോനെ ഈ ലോകമല്ല ആ ലോകമല്ല, പിന്നെ എന്തിനാ ഈ ജീവിക്കണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, റസൂലെ എനിക്ക് തിരിച്ചെന്നെ ദ്വാർന്നാൽ മതി എന്ന് പറഞ്ഞാൽ ദുനിയാവ് വന്ന ആഖിറം മാത്രം. റസൂല പറഞ്ഞു, അങ്ങനെ ദ്വാർക്കണ്ട, അള്ളാഹു നിനക്ക് നിൻ്റെ മനസ്സ് ധന്യമാക്കി തരട്ടെ, ഉള്ളതുകൊണ്ട് സന്തോഷത്തിൽ ഉണ്ട് എന്ന് തോന്നുന്ന. അപ്പോൾ സാമ്പത്തികമായാലും മറ്റാഗ്രഹങ്ങളായിരുന്നാലും ഒക്കെ നമുക്കെന്താണ് ഈ ആലം ദുനിയാവിൽ നമുക്ക് കഴിഞ്ഞുകൂടാനുള്ളതും നമുക്ക് അതിനോടുള്ള ഒരു സ്നേഹവും, അത് കഴിഞ്ഞാൽ നമ്മളുടെ വഫാത്ത്, നമ്മളുടെ പിന്നെ ഇപ്പം ഹജ്ജ് കഴിയാത്തവരാണെങ്കിൽ ആ ഹജ്ജിന് പോകണം അല്ലേ, അത് കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ മക്കളെ വിവാഹമൊക്കെ നമുക്കൊരു സ്വപ്നയിക്കാരം, പക്ഷേ അതൊന്നും ഒരു മെയിൻ സ്വപ്നമാക്കി കൊണ്ടു നടക്കാറില്ല. അതിന് പകരം എന്ത് ചെയ്യും? അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളാണ്, ഡ്യൂട്ടികളാണ്. പക്ഷെ അതാണ് ഒന്ന് കൈ കൊടുത്തിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. അല്ല, നമുക്കതിനൊന്നും ചിലപ്പോൾ ഭാഗ്യം കിട്ടൂല. എത്രയോ കുട്ടികൾ കൈ കൊടുക്കാൻ ബാപ്പല്ലാതെ എളാപ്പാര് കൈ കൊടുക്കുന്നുണ്ട്. അവരൊക്കെ ലക്ഷ്യം പൂർത്തിയാക്കാതെ പോയി എന്നാണോ പറയുന്നത്? അല്ല, പരലോകത്ത് നമ്മളിവിടെ ഒരു സൗകര്യം കിട്ടുമ്പോൾ അവിടെ നമുക്ക് കിട്ടുക എന്നതാണ്. അഞ്ചാമത്തേത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അറിവ് നേടുക എന്നത് നമ്മുടെ ഉമ്മത്തിൻ്റെ ഒരു ബാധ്യതയാണ്. പക്ഷേ ഒരു കാലത്ത് അറിവ് കുറഞ്ഞു പോയൊരു സമൂഹം ഇന്ന് അറിവിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മൾ. പക്ഷേ പലപ്പോഴും തോന്നിപ്പോകുന്നു അറിവിന് പറഞ്ഞയച്ചത് ഒരബദ്ധമായോ എന്ന് ചില രക്ഷിതാക്കൾ ചിന്തിക്കുന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. കാരണം നമുക്ക് ഇസ്ലാം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കാനും പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതിൽ ദുന്യവിയായ വിദ്യാഭ്യാസമുണ്ട്, ഉഖ്റവിയായ വിദ്യാഭ്യാസമുണ്ട്. ദീനിയായ വിദ്യാഭ്യാസം എപ്പോഴും എത്തിച്ചേരേണ്ടത് ആഖിറവുമായുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ ഇവിടെ വന്നു, നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ ഇവിടെ എത്തിപ്പെടാൻ ഇന്നത്തെ സാഹചര്യത്തിൽ അവർ ചിലപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. കാരണം അവരുടെ സാഹചര്യങ്ങൾ. ഒരു നാട്ടിൽ ഒരു ഉസ്താദ് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവസാനം തീർന്നോലോ, പടച്ച റബ്ബ് നിങ്ങളെ മഹല്ലിൽ സന്താന സൗഭാഗ്യം തരട്ടെ, എല്ലാവർക്കും മക്കളെ തരട്ടെ. അപ്പോൾ കുറച്ചാളൊക്കെ ആമീൻ പറഞ്ഞു, കുറച്ചാളതിന് ആമീൻ പറഞ്ഞുമില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പ്രസിഡൻറ്റിൻ്റെ പേരേക്ക് ഭക്ഷണത്തിന് പോയപ്പോൾ ഉസ്താദിന്, അല്ല ഉസ്താദ് നിങ്ങളവിടെ ആരെങ്കിലും മക്കളുണ്ടാകാൻ വേണ്ടി ദ്വാർക്കാൻ പറഞ്ഞില്ലോ എന്ന് ചോദിച്ചു. ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ സദസ്സിൽ ഒരൊറ്റ കുട്ടികളെയും കാണാതെ അപ്പോൾ നിങ്ങളെ മഹല്ലിൽ കുട്ടികൾ തന്നെ ഇല്ലാന്ന് കരുതിങ്ങാണ്ട് ഞാൻ ദ്വാർന്നാണ് നടന്നത്. അപ്പോൾ ഇതിനെങ്ങനെ സ്കിപ്പാകാം? ഈ ഒരു ക്ലാസ് നടക്കുമ്പോൾ അതിലെങ്ങനെ വരാതിരിക്കാം? ബാപ്പ പോകുമ്പോൾ വീട്ടിലുണ്ടാകാതിരിക്കാം, ഉമ്മ പോരുമ്പോൾ ഞങ്ങൾക്ക് ട്യൂഷൻ ഉണ്ട്, ഞങ്ങൾക്ക് വായിക്കാണ്ട് പഠിക്കാണ്ട് എന്ന് പറഞ്ഞ് എങ്ങനെ മാറാം? അത് അവർക്കറിയാം, അത് അതിവിദഗ്ധമായി അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പരാജയപ്പെടാറുണ്ട്. കോളേജ് ക്യാമ്പസിലേക്ക് അയക്കുമ്പോൾ പറയാം, മോളെ അവിടെ ഒരു ജുമ ഉണ്ടാവും, എവിടെയെങ്കിലും ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ടെങ്കിലും ഒരു 20 മിനിറ്റ് വെള്ളിയാഴ്ചയുടെ ഉപദേശം കേൾക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ നിർബന്ധിച്ചേ പറ്റൂ. അല്ലാതെ അവർക്ക് എവിടുന്ന് കിട്ടും? അവർ ഭക്ഷണം കഴിക്കുന്ന നമ്മളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് സമയമില്ല. അവർ തിന്നല്ല നമ്മൾ തിന്ന. അഥവാ ഒരു സദ്യയിൽ എങ്ങനാണ്ട് നമ്മുടെ മക്കളോടൊപ്പം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളാകെ വഷളാവും. കാരണം ഭക്ഷണം കെട്ട് ആകെ കിളുമ്പി അവിടെ വേസ്റ്റാക്കി ഇട്ട് കൈയൊന്നും തുറക്കാതെ ഒന്നും ക്ലിയർ ആക്കാതെ പോകുന്നത് കാണുമ്പോൾ നമ്മൾ പറയും, മൗലവിൻ്റെ മുമ്പിൽ വഷളായല്ലോ. മൗലവി അല്ല പഠിച്ചോ, നമ്മൾ ഇരുത്തി ആ ഭക്ഷണം കളയരുത്, വേസ്റ്റ് ആക്കരുത് എന്നൊന്നും അറിയാത്തത് എവിടെ നിന്നും അവർ മദ്രസയിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അത് കേൾക്കുന്നില്ല.
അപ്പോൾ കേൾക്കാനുള്ള സന്ദർഭമാണ് വെള്ളിയാഴ്ചയുടെ ഖുതുബ. അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന MSMന്റെ CRE പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് സൺഡേയിൽ. അപ്പം അങ്ങനെയുള്ളതിലൊക്കെ നമ്മളൊക്കെ കേൾക്കാൻ കണ്ണൂരിൽ അവസരമുണ്ടായതുപോലെ നമ്മുടെ മക്കൾക്ക് കേൾക്കാൻ അവസരമുണ്ടാകണം. വലാകിൻ അക്സറൻ നാസി ലാ യഅലമൂൻ യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. അധിക ജനങ്ങളും വിവരമുള്ളവരാണെന്ന് പറയുന്നു, പക്ഷേ അവരുടെ വിവരം ഭൗതികപരമായ വിദ്യാഭ്യാസം മാത്രമാണ്. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിന്റെ പുറമേയുള്ള വിദ്യാഭ്യാസം അവർ നേടിയിട്ടുണ്ട്. വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, അവർ അവരുടെ പാരത്രികമായ അറിവിനെ കുറിച്ച് അവർ അശ്രദ്ധരാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമുക്ക് പരാജയപ്പെട്ടോ എന്ന് തോന്നുന്നത്. അവസാന ഖിയാമത്തിന്റെ കാലമെത്തുമ്പോ അറിവിനെ ഉയർത്തും. അജ്ഞതയെ അള്ളാഹു ഇവിടെ ഇറക്കി വെക്കും. അതെങ്ങനെയാണ് സംഭവിക്കുക? ഒന്ന്, അറിവ് നേടാനുള്ള സൗകര്യങ്ങൾ കുറയും. രണ്ട്, ദീനിയായ അറിവിനോട് നമുക്ക് താല്പര്യം കുറയും. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതെന്ത് ചെയ്യില്ല, ഉപയോഗപ്പെടുത്തൂല. അപ്പൊ അൽഹംദുലില്ലാ നമ്മളിപ്പോൾ നാട്ടിലൊരു നിക്കാഹ് നടക്കുകയാണെങ്കിൽ ആ നിക്കാഹ് നമ്മൾ പറയും 11 മണിക്കാണ് അല്ലേ, 11 മണിക്കാണ്. അപ്പൊ എല്ലാവരും 11 മണിക്കെത്തും. ഒരു 20 മിനിറ്റ് നല്ലൊരു ഭാഷണം നമുക്ക് അവിടെ കേൾക്കാം. അപ്പോൾ വരനും കേട്ടു, വധുവും കേട്ടു, നമ്മൾ അവിടെ പങ്കെടുത്ത നമ്മുടെ സദസ്സിലുള്ള എല്ലാവരും അത് കേട്ടു. വലിയ സന്തോഷമായി. പുറത്തിറങ്ങുന്ന ഹിന്ദുക്കളടക്കം പറയും നല്ലൊരു ഉപദേശട്ടോ കിട്ടി. എന്നാൽ നമ്മളൊരു 11 മണിക്ക് നിക്കാഹ് പറഞ്ഞിട്ട് 11:15, 11:30, 11:45, 12 മണിക്ക് കയറി വന്നാൽ നമ്മൾ ആദ്യം ഖത്തീബിന് കൊടുക്കുന്ന കുറിപ്പ്, പാചകക്കാരന് കുറിപ്പ് കൊടുക്കുമോ? നേരം വൈകി കൊണ്ട് ഒരു ചോറ് വിളമ്പിയാൽ മതി, മജ്ബൂസ് വിളമ്പണ്ട, നേരം വൈകിക്കണം, അതുകൊണ്ട് ഒന്ന് കൊടുക്കുമോ? ഇല്ല. ഉസ്താദിനൊരു കുറിപ്പ് കൊടുക്കും, ഉസ്താദെ നേരം വൈകി, അയാൾ 11 മണിക്ക് എത്തിക്കണം, ചുരുക്കണം എന്ന്. എന്നിട്ട് അവർ 2 മിനിറ്റ് 3 മിനിറ്റ് ഉപദേശം പോലും കൊടുക്കാൻ അന്നുകൂടി അവർക്ക് ആ ജീവിതത്തെ കുറിച്ച് കിട്ടുന്നില്ല. അപ്പൊ എന്താകും? നമ്മളവിടെ അശ്രദ്ധരാണ്. ദീനിയായ കാര്യങ്ങൾക്ക് ഉപദേശം കൊടുക്കാനോ കിട്ടാനോ ഉള്ള സദസ്സുകളിൽ നിന്ന് ഇനി നമ്മൾ സ്കിപ്പായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇനി നമുക്ക് ആർക്കും എത്തിച്ചു കൊടുക്കാൻ കഴിയൂല. എല്ലാവരും വിചാരിക്കണം എല്ലാവർക്കും കേൾക്കുന്നുണ്ട്, എല്ലാവരും അറിയുന്നുണ്ട്. അല്ല, ഒരു ചെറിയ ക്വിസ് പ്രോഗ്രാം സംഘടിപ്പിച്ചാൽ പോലും അറിവുണ്ടെന്ന് ധരിക്കുന്ന നമ്മൾക്ക് പോലും അതൊന്നും ചിലപ്പോൾ ഒരു ഓർമ്മയും കിട്ടണില്ല. അപ്പൊ എന്താണ്? ദുന്യവിയായ അറിവ് വർദ്ധിക്കുകയാണ്, ആഖിറപരമായ അറിവ് കുറവുകയാണ്. അത് ഏറ്റവും വലിയ അപകടകരമാണ്. അതിനെ നമ്മൾ എങ്ങനെയാണ് ആ അറിവിന്റെ സംസ്കാരത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാം? നമ്മൾ ഒന്ന് വായനാശീലം, നമ്മളൊക്കെ വീട്ടിൽ ഒരു വായ്പ, നമ്മൾ മൊബൈൽ അൽഹംദുലില്ലാ നല്ലൊരു സാധനമാണിത്. പക്ഷേ ഇത് നമ്മൾ ഇത് കൈകാര്യം ചെയ്യുന്നിടത്ത് ഫാൾട്ട് വരുന്നത് കൊണ്ട് എല്ലാവരും ഫാൾട്ടിലായി അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മളെ കുട്ടികളോട് നമ്മൾ പറയാണ്, എടാ മൊബൈൽ എടുത്ത് ഇങ്ങനെ തോണ്ടിയിരിക്കുക, ഉടനെ ഓലെന്താ പറയുക? പാപ്പ തോണ്ടലില്ലേ, ഉമ്മ തോണ്ടലില്ലേ. പിന്നെ നമുക്കൊന്നും പറയാനാവില്ല. എന്തിനേറെ പറയുന്നു, ഒരു 3 മക്കൾ ഒരു സ്കൂളിലെ, ആ സ്കൂളിൽ 2 കുട്ടികൾ കുറച്ച് വലിയ കുട്ടികളാണ്. അവർ ഇങ്ങനെ വളരെ ശരീരമൊക്കെ വൃത്തിഹീനമായി അവർ സ്കൂളിലേക്ക് വന്നപ്പോൾ ടീച്ചർ ചോദിച്ചു, എന്താണ് ബാപ്പയും ഉമ്മയും സെലിബ്രിറ്റികളല്ലേ, എന്നിട്ട് എന്താ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ആകെ ഡ്രസ്സൊക്കെ ക്ലീനല്ലാത്തൊക്കെ ഇട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കുട്ടികളെ ടീച്ചറെ ഞങ്ങളെ വാപ്പി ഉമ്മയൊക്കെ സെലിബ്രിറ്റികളാണ്, ഹലോ ഗുയിസ് എന്ന് നിങ്ങൾ കാണലില്ലേ ചാനലിൽ. പക്ഷേ അങ്ങനെ പോയി മുന്നോട്ട് പോയി. വാപ്പാൻ്റെ വീട്ടിലും പോയി, ഉമ്മാൻ്റെ വീട്ടിലും പോയി. ഞങ്ങൾ ഉമ്മമാൻ്റെ കൂടെയാണ് അല്ലേ? അപ്പം നമ്മളുടെ സമൂഹത്തിലടക്കം എന്തു ചെയ്യും? ഇങ്ങനെ കഥകൾ കടന്നുപോയി സഹോദരന്മാരും ഒക്കെ എന്താ ഒരു മാർഗം വരുമാനത്തിന്? അതിന് യൂട്യൂബ് ഒരു ചാനൽ തുടങ്ങിയാൽ മതിയടാ. എന്നിട്ട് യൂട്യൂബ് ഒരു ചാനൽ തുടങ്ങിയിട്ട് ഹലോ ഗുയിസ് എന്ന് തുടങ്ങിയാൽ മതി. എന്നിട്ട് വാപ്പി മക്കളും ഒക്കെ കുറേ കഴിഞ്ഞ് ആദ്യം ഖുർആനൊക്കെ കേട്ടിരുന്ന വീട്ടിൽ പിന്നെ സിനിമാ പാട്ടിട്ട് ചാടുന്ന ഫോട്ടോ. ഒരു കല്യാണ അന്വേഷണ രംഗത്ത് പൂർത്തീകരിച്ച ഒരു വിവാഹം മുടങ്ങി. ആ കല്യാണം ഉറപ്പിക്കപ്പെട്ട വധു പറഞ്ഞു, ബാപ്പ നിങ്ങൾ എത്ര ദീനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം വാപ്പ? ഇൻസ്റ്റാഗ്രാമിൽ ആ അമ്മയും മകളും തട്ടം കഴിച്ചിട്ട് ഡാൻസ് ചെയ്യണ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു അതെങ്ങനാണ്ട് ഓരോ പോരേ. അല്ല വാപ്പ 25K ആണ്, 25,000 ആൾ കണ്ടിക്കണ്. നോക്കൂ. അപ്പോൾ ഈ ഒരു മൊബൈൽ നമുക്ക് ഉണ്ട് എന്നുള്ളത് നല്ല കാര്യം. പക്ഷേ
കടന്ന് ഓരോ ദിവസവും ഈമാൻ വിട്ട് പോകാൻ ഒരു കാരണമായി തീരുന്നില്ലത്. അപ്പോൾ ആധുനികതയുടെ സൗകര്യങ്ങൾ നമ്മളെ ഭരിക്കുമ്പോൾ ആ ഭരണത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ഉമ്മമാരുമായവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഉമറാക്കും ഷറാറക്കും നേതൃത്വം കൊടുക്കുന്നവർ ഏറ്റവും വൃത്തികെട്ടവരാകുന്നു, അവരുടെ ഒരു സമൂഹത്തിന് അള്ളാഹു അംഗീകാരം കൊടുക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശങ്ങൾ നമുക്ക് കിട്ടാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ഇന്ത്യ രാജ്യത്ത് പോലും വലിയ വലിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മുടെ സംസ്കാരത്തെയും നമ്മളുടെ പെരുമാറ്റത്തെയും നമ്മുടെ വിശ്വാസത്തെയും ഒക്കെ ഹനിക്കുന്നതിൻ്റെ ഫലമാണോ റബ്ബ് പരീക്ഷിക്കുന്നതെന്ന് നമ്മൾ നിരീക്ഷണ വിധേയമാക്കേണ്ടതുണ്ട്. ഏഴാമത്തേത്, നമ്മൾ ദീനിയായ ജീവിത ചിട്ടയിൽ നമ്മൾ പോകുമ്പോൾ ഒരു കുടുംബ സംസ്കാരമുണ്ട് നമുക്ക്. അതെന്താണ്? അത് ജ്യേഷ്ഠൻ, അനിയൻ, എളാപ്പ, മൂത്താപ്പ എല്ലാവരും കൂടി വ്യക്തിബന്ധങ്ങളോടൊപ്പം തന്നെ സ്നേഹബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളോടൊപ്പം കുടുംബ ബന്ധങ്ങളും. അപ്പം ഈ ബന്ധങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും കാണാം, പിന്നെ എന്താ പറയുക, ആർക്കും ആരെയും അങ്ങനെ ഒരു ഇഷ്ടമില്ല. അവനാനും അവനാൻ്റെ ഭാര്യയും അവനാൻ്റെ മക്കളും പോവുക. നമ്മളെവിടെ പോയി എന്നൊരു ചോദ്യത്തിന് ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ഉമ്മ നമ്മളോടൊന്ന് ചോദിച്ചാൽ നമ്മൾ അത് ചോദിക്കണം നമുക്ക് ഇഷ്ടമല്ല, നമുക്കത് പറയാനിട്ടല്ല, നമ്മൾ മാത്രമാണ്. എന്നിട്ട് അവർ കുറച്ചും കൂടി വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവരും നമ്മളിൽ നിന്ന് ഒഴിവായി. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 50 വയസ്സായാൽ ഭാര്യയ്ക്കൊരു 45 ആയാൽ പിന്നെ ഭാര്യ എവിടെ പോയി എന്ന് ഭർത്താവ് ചോദിക്കണത് ഓൾക്ക് ഇഷ്ടമല്ല. ഭർത്താവിനോട് നിങ്ങളെവിടെ പോയി, അതെന്തിനാ ഈ ചോദിക്കേണ്ട ആവശ്യം, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് 10 രൂപ അല്ലായില്ലേ, ഇനി പാക്ക മതി, ചോദ്യം ഉത്തരവൊന്നും വേണ്ട. ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത, അങ്ങനെ ആകരുത്. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ 1450 കൊല്ലം മുമ്പ് പറയാം, നീചന്മാരെയും അനാവശ്യമായി സത്യം ചെയ്യുന്നവരെയും നിങ്ങൾ അനുസരിക്കരുത്. ഹമ്മാസിം മശാഇം ബിനമീം, ഏഷണി പരദൂഷണങ്ങൾ പറഞ്ഞു പരത്തുന്നവരുമായി നിങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല എന്ന്. നമ്മളെ പല കുടുംബ ബന്ധങ്ങളെയും തകർത്ത് കളയുകയും സുൽഹ് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം നമ്മൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്ത കൊടുത്താൽ അതിൻ്റെ താഴെ പിന്നെ ഏറ്റവും കൂടുതൽ വർഗീയത വിളമ്പാൻ പറ്റുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സംസ്കാരം മുസ്ലിം ഉമ്മത്തിന് പറ്റണമല്ല. പക്ഷെ എന്നാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ നാമമുള്ളവരും അതേപോലെ പ്രതികരിക്കുക, അതേപോലെ വൃത്തിഹീനമായ അച്ഛനെ പറയാ, അമ്മനെ പറയാ, അപ്പാനെ പറയാ, അമ്മാനെ പറയാ, തോന്നിവാസം പറയാ, അതൊക്കെ എന്താണ്, അതൊക്കെ ഒരു എന്താ പറയുക, ഒരു ഹലാലാണ് എന്ന് തോന്നിപ്പോകുന്ന ഒരു കാലമാണ്. പക്ഷെ അങ്ങനെയല്ല. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ ഒരിക്കലും അഭിഷേക പേരുകളെ കൊണ്ട് നിങ്ങൾ വാക്ക് പറയാൻ പാടില്ല, നമ്മൾ വിളിക്കാൻ പാടില്ല, ചീത്തപ്പേരുകൾ വിളിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, ഏഷണി പരദൂഷണങ്ങളെ നമ്മൾ പിൻപറ്റാൻ പാടില്ല, അത് വിശ്വാസത്തിലെടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ വരുമ്പോൾ നമ്മുടെ കുടുംബപരമായ സുൽഹുകൾക്ക് ഒരു സാധ്യതയുണ്ട്, വേർപിരിഞ്ഞു പോകുന്നതല്ല. ഇപ്പൊ നോക്കൂ, നിങ്ങൾ അങ്ങനെ കുറ്റം പറയല്ല. ഇപ്പൊ നമ്മളുടെ പുതിയ തലമുറയോട് ചോദിക്കുകയാണ്, എന്താണ് ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ UK പോവാണ്. നമ്മളെ ഭീമാ ജ്വല്ലറിൻ്റെ പരസ്യം നിൽക്കുന്ന പോലെയാണ്, കുട്ടികൾ വളരെ ആവശ്യം UK പോവാണ്. അപ്പോൾ എന്താണ് UK നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? കുടുംബത്തിൻ്റെ അതിലേക്കല്ല, അവിടേക്ക് പോവാണ്. അപ്പോൾ ഞാനൊരു സുഹൃത്തിനെ കണ്ടു. സുഹൃത്ത് മീൻസ് ഒരു കുട്ടിയാണ്. അപ്പോൾ അവന് ഇതേപോലെ അവൻ ബാഗൊക്കെ ഇട്ടാണ് വരുന്നത്. ബാഗ് ഇട്ട് തൽക്കാലം വിദേശത്ത് നിന്ന് വരികയാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഈ എവിടുന്നാണ് വരുന്നത്? ഞാൻ UK വരികയാണ്. പിന്നെ അവിടെ ആരാളുള്ളത്? അവിടെ എളാപ്പിയും മൂത്താപ്പിയും ഉമ്മാനൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടേക്കാണ് ഇനി പോണത്. എന്താ അവിടേക്ക് പോണത്? എനിക്ക് ബഹ്റൈനോ ഖത്തറോ ഒമാനോ ഒക്കെ പോയിക്കൂടെ? അവിടെ പോകുന്നത് കൊണ്ട് കുറേ ഗുണമുണ്ട്. ഒന്ന്, അവിടെ പൗരത്വം കിട്ടും. അവൻ്റെ അഭിപ്രായമാണ്, അവിടെ പൗരത്വം കിട്ടും. അങ്ങനെ ആവുമ്പോൾ പിന്നെ നാട്ടിലേക്ക് പൈസ ഒന്നും അയക്കണ്ടില്ല. പിന്നെ വാപ്പ മരിച്ചാൽ വരണ്ട, ഉമ്മ മരിച്ചാൽ വരണ്ട, പെങ്ങൾ അസുഖമാണ് പറഞ്ഞാൽ വരണ്ട. കാരണം ഇത് ഏതോ പരലോകത്ത് പോയ മാതിരിയാണ് പുതിയൊരു തലമുറ കൂട്ടണേ. ഇപ്പം നമ്മളൊരു വീട്ടിൽ മരണം നടന്നാലും കുവൈത്തുകാരനോട് വരാൻ പറയും, സൗദിക്കാരനോടും വരാൻ പറയും, കുവൈത്തുകാരനോടും വരാൻ പറയും, UAE ഉള്ളവന് കുറച്ചും കൂടി അടുത്തവന് വരാൻ പറയും. പക്ഷേ UK അവിടുന്ന് വന്നൂടെ, കുറേ ദൂരെയാണ്. അപ്പോൾ എന്തായെന്നറിയോ, ഈ കൂട്ടത്തിനും കുടുംബത്തിനും ഒക്കെ വേർപെട്ട് പോകാനുള്ളൊരു രാജ്യമായി പലപ്പോഴും ഈ രാജ്യത്ത് പൗരത്വമൊക്കെ കാത്തിരിക്കുന്ന ആളുകൾ. അവിടെ പോയാൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറോട് മകള് വന്ന് പറയാണ്, ബാപ്പാ എനിക്ക് 18 ലക്ഷം റുപ്യ വേണം. എന്തിനാണ്? UK പോകാനാണ്. അപ്പോൾ അയാൾ ബാങ്ക് മാനേജറോട് വന്ന് സംസാരിക്കുകയാണ്, എൻ്റെ മകളെ UK പോകണം, ഓക്ക് 18. അപ്പോൾ ഓട്ടോറിക്ഷ ഓട്ടണം, നിങ്ങളെ ഇവിടുന്ന് ഈ 18 ലക്ഷം കൊടുക്കണേ.
അപ്പോൾ ബാങ്ക് മാനേജറോട് ഇയാൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ 18 ലക്ഷം? അത് ഓലോട് തന്നെ ചോദിച്ചു നോക്കി. അപ്പം എന്താ പറയുക, പ്ലാന് മക്കൾ ബാപ്പാനെ ഒഴിവാക്കി പോകാൻ ബാപ്പാനെ കൊണ്ട് ലോൺ എടുപ്പിക്കുകയാണ്. പിന്നെ ഓലും ഇങ്ങോട്ട് വരൂല, ബാപ്പാനെ കൊണ്ട് ലോൺ പോയിട്ട് ജോലിയൊക്കെ കിട്ടി ഇങ്ങോട്ട് വരാനുള്ള സംസ്കാരമൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഒറ്റപ്പെട്ട് വേർപെട്ട് ആരും വേണ്ട എന്ന് തോന്നൽ. എന്നിട്ടോ അതേപോലെ തന്നെയാണ് നമ്മുടെ നാടുകളിൽ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരുടെയും കാര്യം അല്ലേ. ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്ന മകന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അവർ ഗർഭിണിയായി കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ ആശുപത്രിൻ്റെ സൗകര്യമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, അവരിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പറയും, മെല്ലെ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഉമ്മാനങ്ങോട്ട് കൊണ്ടുവരാം. പാപ്പ കണ്ണൂരിൽ നിൽക്കുക, ഒരു ഉമ്മാനങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഉമ്മാനോട് നിങ്ങൾക്ക് ബുർജ് ഖലീഫ കാണണ്ടേ, ബുർജ് ഖലീഫൻ്റെ മുകളിൽ കയറേണ്ടത്, അപ്പുറത്തൊരു വാപ്പ ഇരിക്കേണ്ടത്, അയാൾക്കും കൂടി അയാളില്ല. മെല്ലെ അപ്പം ഉമ്മാൻ്റെ വിചാരം ബുർജ് ഖലീഫ കൊണ്ടുപോകാം. എന്നിട്ട് ഈ വാപ്പ പാവം, ചായയില്ല വെള്ളമില്ല, 1 മാസം 2 മാസം അങ്ങനെ വാപ്പാനെയും ഉമ്മാനെയും വളർത്തിക്കൊണ്ട് മക്കൾ പോകരുത്. ചതിയാണ്. അതൊക്കെ പുതിയ ആധുനികതയുടെ വളവുകളാണ്. അവിടെ ഒരാളെ ജോലിക്ക് നിർത്തിയാൽ പോരെ, 4000 ദിർഹം കൊടുത്തളി, പൈസ ഉണ്ടായിട്ടല്ലേ, അല്ലെങ്കിൽ കൊടുക്കൊന്നൂടെ. എന്നിട്ട് വാപ്പാനെ കൊണ്ടുവന്നു. എന്നിട്ട് വാപ്പ പള്ളിക്ക വന്ന് നിങ്ങളെ കുപ്പായത്തിൻ്റെ വേക്കൽ എന്തുണ്ടല്ലോ, ആരാണ് ഓള് പോയില്ലേ, ദുബായ് ഷെയ്ഖായിട്ട് പോയിട്ടില്ലേ. അങ്ങനെ കുറേ കുടുംബപരമായ വളവുകൾ കയറി വന്നിട്ട് പ്രായം ചെന്ന ഒരു വാപ്പാക്ക് അസുഖമായി, ഭാര്യനെ കൊണ്ടുപോയിട്ട് വാപ്പാക്ക് അറ്റാക്കായി. ചിന്തിച്ചോ നിങ്ങൾ, അത്രത്തോളം അസ്വസ്ഥത. അപ്പോൾ അങ്ങനെയാകരുത്. നമ്മൾ പിരിക്കുന്നവരല്ല, നമ്മൾ ചേർക്കുന്നവരാണ്. നമ്മളൊരു കുടുംബ രംഗത്ത് ഒരു മകൻ കല്യാണം കഴിച്ച് മകള് ചെറിയൊരു പ്രശ്നമായി കഴിഞ്ഞാൽ ആണ് തീർത്തള, അങ്ങനെയല്ല നമ്മൾ പറയാം. അത് ഒരുമിച്ച് പോകാനുള്ള വഴികളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. നിക്കാഹിന് ഒരു സ്ഥലത്ത് പോയപ്പോൾ പിന്നെ ഒരു വലിയ പെട്ടി കൊടുന്നു വെച്ചു. അപ്പോൾ ഞാൻ മഹർ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അവർ കാരണവരെൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, അത് പിന്നെ മഹർ ചെറിയൊരു മോതിരാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഇത് കാണിച്ചത്. അപ്പോൾ ഞാൻ ബാക്കി ഗിഫ്റ്റാണ്. അപ്പോൾ അയാൾ ചെന്നപ്പോൾ ഇങ്ങനൊരു സമ്പ്രദായം, മൗലവി കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഒരു 4-5 ആഴ്ച കഴിഞ്ഞാൽ പുതിയെണ്ണ് പറയും എനിക്ക് ഈ ബന്ധം വേണ്ട. അപ്പോൾ 5-6 പവനൊക്കെ പോവുകയാണ്, മറ്റേത് ഈ മോതിരല്ലേ പോവുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഗിഫ്റ്റാകുമ്പോൾ നമുക്ക് തിരിച്ചു വയ്ക്കാൻ നോക്കിങ്ങൾ. ഓരോരോ അതായത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാതെ വന്നത് കൊണ്ടുണ്ടായ ദുരന്തം, ആ ദുരന്തം മറികടക്കാൻ പുതിയ തന്ത്രങ്ങളുമായി ബാക്കിയുള്ളവർ ഇറങ്ങുകയാണ്. അപ്പോൾ എവിടെയാണ് നമ്മൾക്ക്, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം, എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? വിവാഹം കഴിക്കപ്പെടുന്നിടത്ത് പോലും മാന്യമായ ഒരു സ്വഭാവത്തിലും സംസ്കാരത്തിലും ഒരു വിവാഹം ചെയ്യാൻ ഇന്ന് സാധിക്കുന്നില്ല. ഉണ്ടോ? ഇന്ന് ചെറുതുരുത്തിയിൽ വിവാഹത്തിൻ്റെ റാലി വന്നിട്ട് 1.5 മണിക്കൂറാണ് പോലീസും നാട്ടുകാരും കുടുംബവും അടിച്ചിട്ട് കണ്ണൂർ ഏത് ജില്ലയാണെന്നറിയില്ല, JCBയിൽ പുതിയാപ്പുള വന്നത്. ഇതൊക്കെ ഏത് സമുദായം ചെയ്തു എന്ന് തൊട്ട് താഴെ നോക്കണ്ട. അത് ഏത് സമുദായമായിരിക്കും? അത് നമ്മളെ സമുദായം അല്ലാതെ ആരാ? മുമ്പ് നമ്പൂതിരി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബാക്കിൽ പാലത്തുമ്പോൾ കൂടി നടക്കുമ്പോൾ പാലം ഇങ്ങനെ നമ്പൂതിരി പകുതി എത്തിയപ്പോൾ പാലം ഇങ്ങനെ കുലുങ്ങുന്നുണ്ടോ. അപ്പോൾ നമ്പൂരി താഴത്തേക്ക് ചാടാൻ നോക്കുമ്പോൾ നമ്പൂരി പറഞ്ഞല്ലോ, ആചാര്യ പാലം കുലുക്കല്ലേ. അപ്പോൾ ആചാര്യക്കൊരു സംശയം, എന്നെ കണ്ടിട്ടൊന്നുമില്ല, പിന്നെ എങ്ങനെയാ ഇപ്പം എന്നെ മനസ്സിലായത് ഞാനാ പാലം കുലുക്കണത്? അപ്പോൾ നമ്പൂതിരി അപ്പുറം എത്തിയിട്ട് ചോദിച്ചോല്ലോ, നമ്പൂരി എങ്ങനെയാണ് മനസ്സിലായി? ആചാരല്ലാതെ ആരാ ഈ പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞു. അതേപോലെ കല്യാണമൊക്കെ ഇങ്ങനെ ചെയ്യാം നമ്മളല്ലേ. അപ്പോൾ ഒരു മാന്യമായ വേദി കയറി ഒരു നിക്കാഹിന് കൈ കൊടുത്ത് നിക്കാഹ് കഴിഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും ഭക്ഷണത്തിനേക്ക് ഇറങ്ങേണ്ടതാണ് എന്ന് പറയാൻ ബാപ്പല്ലാതെ പോവുകയാണ്. ബാപ്പി ഉമ്മിയൊക്കെ എന്ത് ചെയ്യണം, വേഗം അവിടുന്ന് രക്ഷപ്പെടുകയാണ്. വേഗം രക്ഷപ്പെട്ടിട്ട് നിക്കാഹ് കഴിഞ്ഞ ഉടനെ മൗലവിനെ വേഗം വലിച്ചിറക്കി ആടിനിറക്കാൻ കൊണ്ടുപോകണം വരെ അയാളെ വേഗം കൊണ്ടുപോയി ചോറും കൊടുത്ത് വേഗം വണ്ടി കയറ്റി വിടുകയാണ്. എന്നിട്ട് തലി കഴിച്ച് പറയും, അൽഹംദുലില്ലാ പടച്ചോൻ പോയി, ഇനിയിപ്പോൾ നമ്മൾ ചെറുത്തമാരല്ലേ ഉള്ളൂ. എന്നിട്ട് പിന്നെ അവിടെ അവസാനം ഒരു സ്റ്റുഡിയോയിലെ സഹോദരനെ പരിചയപ്പെടുന്ന ആളാ ചെന്ന് നോക്കുമ്പോൾ പറയാണ്, മാഷേ ഇവിടെ എത്ര USB കിടക്കുന്നുണ്ടെന്നറിയോ? ഞാൻ ചോദിച്ചു എന്താ USB? അതൊക്കെ കല്യാണത്തിൻ്റെ പിക്ചേഴ്സ്, ഫോട്ടോ, വീഡിയോസ്. എന്താ കാരണം? കല്യാണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് പൂർത്തിയാക്കുക.
അത് എഡിറ്റ് ചെയ്ത് പൂർത്തിയാക്കി പുതിയാപ്പണ്ണെ വിളിക്കുമ്പോൾ പറയുമല്ലോ പൈസ എത്ര വെച്ചാൽ തരാം, ആ വിവാഹം മോചിതയക്കണം, ഇനി ആ റീലൊന്നും വേണ്ട. അങ്ങനെ എത്ര എന്തൊക്കെ നമ്മൾ ഈ ചാടണോ നമ്മൾ ഈ കൂത്താടണോ ഒന്നും ഒരു ദോഷം ചെയ്യില്ല എന്ന് വിചാരിക്കണ്ടോ? ഇല്ല. നമ്മളെ പല വിവാഹവും മോചനത്തിലേക്ക് എത്തുന്നത് അള്ളാന്റെ ബർക്കത്ത് ഓഡിറ്റോറിയത്തിൽ ഇറങ്ങാതെന്നാ പിന്നെ ബിരിയാണിന്റെ ചൂര് കഴിയണവരല്ലേ ബന്ധം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സംസ്കാരം മാറ്റി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം നിക്കാഹ് കഴിഞ്ഞു എന്നാ ഇനി എല്ലാവരും ഭക്ഷണത്തിനിറങ്ങി ഭക്ഷണം കഴിച്ച് എല്ലാവരും പോകുമ്പോൾ അതിനുള്ളൊരു സംസ്കാരത്തെ അതിന് ഉമ്മമാരും ചെയ്യണം, പിന്തുണ കൊടുക്കണം. നമ്മളെ മകളെ കാണാനില്ല തലേ ദിവസം, കല്യാണത്തിന്റെ തലേ ദിവസം നമ്മളെ മകളെ കാണാനില്ല, അവളെ ആരോ കൊണ്ടുപോയിക്കാണ്. എങ്ങോട്ട് കൊണ്ടേതാ? അറിഞ്ഞുകൊണ്ട് കൊണ്ടേതാ. അവൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നിട്ട് ശനിയാഴ്ച പൊട്ടിയിട്ട്, പിന്നെ ശനിയാഴ്ച രാത്രി പൊട്ടിയിട്ട്, പിന്നെ സുബൈക്ക് പൊട്ടിയിട്ട്, അങ്ങനെ നിക്കാഹിൻ്റെ സന്ദർഭത്തുമ്പോഴേക്ക് ഒരു ബമ്മക്കുട്ടി ഹോട്ടലിലൊക്കെ ഉണ്ട്, ഒരു നമ്പൂരിൻ്റെ ഫോട്ടോ വെച്ച് ഇങ്ങനെ ഇരിക്കണം. അതേപോലെ ഒരുത്തി ഇരിക്കുക. പുതിയാപ്പള വന്നിട്ട് പുതിയാപ്പള കൂട്ടുകാരനോട് ചോദിച്ചോളൂ, അല്ല ഞാൻ കണ്ട പെണ്ണിനെയല്ലേ വധുവായിട്ട് വന്നിട്ടുണ്ട്. കാരണം ആകെ രൂപഭാരം മാറ്റി. ആ കുട്ടിയുടെ തലേ ദിവസത്തെ ളുഹർ നമ്മൾ നിസ്സാരാക്കി തള്ളാൻ പറ്റുമോ? അസർ നിസ്സാരമാക്കി തള്ളാൻ പറ്റുമോ? അപ്പൊ എന്തുകൊണ്ട് ഒരു മാന്യമായ വസ്ത്രം ധരിച്ച് ഇങ്ങനെ അല്ലാത്ത രൂപത്തിൽ ഒരു വധുവിനെ ഇറക്കാൻ കണ്ണൂരിലുള്ള ഉമ്മമാർക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മളെ കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ കെട്ടിച്ചയക്കുക? അപ്പൊ അങ്ങനെയുള്ളതിൻ്റെ ഗൗരവം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. സാധാരണ മുമ്പ് കാലത്തൊക്കെ എനിക്കറിയാം, നമ്മൾ പുതിയണ്ണും പുതിയാപ്പള്ളിയും തലേ ദിവസം അവരവരുടെ വാപ്പാരും ഉമ്മാരും കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും വധുവിന് വാപ്പപ്പുറത്തും ഉമ്മപ്പുറത്തും ഇരുന്നിട്ട് കുറേ പറഞ്ഞു. ഇന്നൊക്കെ ചങ്ങാതിമാർ ചങ്കുകളല്ലേ പറഞ്ഞു കൊടുക്കാള്, ചങ്കുകളല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഈ ചങ്കുപിടുത്തം വരുന്നത്. അപ്പൊ ഇസ്ലാമിന്റെ സംസ്കാരം എന്താണോ നമ്മളത് പഠിക്കുക. മാത്രമല്ല ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ മാതാപിതാക്കൾ കടന്നുപോയിട്ടും അക്കാലഘട്ടങ്ങൾ ജീവിതത്തിൽ പിടിച്ചു നിന്നു. വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ. ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യ പെരുകി. കുട്ടികൾ കോപ്പി അടിക്കുന്നു, കോപ്പി പിടിക്കുന്നു, കോപ്പി പിടിച്ചാൽ തൂങ്ങി മരിക്കും. നമ്മുടെ മക്കള്, ഞങ്ങൾ അധ്യാപകരാണൊക്കെ, കോപ്പി അടിക്കുന്നത് നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. കോപ്പി അടിക്കുന്നത് പിടിച്ചില്ലെങ്കിൽ ഞങ്ങളെ പിടിക്കാൻ വേറൊരു വകുപ്പ് വരുന്നുണ്ട്. ഒരു ജില്ലയിൽ 3 ടീമാണ്. അവർ വന്നിട്ട് ഞങ്ങളെ ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ പിടിച്ചാത്തൊരു കോപ്പി പിടിച്ചാൽ ഈ കുട്ടിൻ്റെ വാപ്പി ഞാനും തിരുവനന്തപുരത്ത് പോകണം. തിരുവനന്തപുരത്ത് രാവിലെ 10 മണിക്ക് എത്താൻ പറയും. 10 മണിക്ക് എത്തിയാൽ അവിടെ ഇരിക്കുകയാണ്. വൈകുന്നേരം 5 മണി വരെ അവിടെ ഇരുത്തും. 5 മണി വരെ ഇരുത്തിട്ട് 5 മണിക്ക് ചോദിക്കും, നിങ്ങൾ എന്തേ പോകുന്നത്? ഞങ്ങൾ ഈ കുട്ടി കോപ്പി അടിച്ചിട്ട്. ആ ഓഫീസർ നാളെ ഉണ്ടാവുള്ളൂ, അവിടെ ലോഡ്ജ് എടുത്ത് നിൽക്കണം. അപ്പോൾ ഏതു മാസം കോപ്പി പിടിക്കും. ധാർമ്മികമായിട്ട് തന്നെ ഒരു വശത്ത് പിടിക്കും. അതിന് ആത്മഹത്യ ചെയ്യല്ല. അപ്പൊ തെറ്റുകളുടെ ഗൗരവം പറഞ്ഞു കൊടുത്ത് മക്കൾ മാതാപിതാക്കളോട് പറയാണ്, നമ്മളെ ജീവിതത്തിൽ താഴ്ചകൾ ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും, കടം വരും, രോഗം വരും. ആരാ രോഗമില്ലാത്തവർ? ഒരു കിണർ തൊഴിലാളിയായ ഒരു സഹോദരൻ, ഞാൻ അറിയുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോൾ ചെറിയൊരു കുറിപ്പ് വന്നു, മൗലവി കിണറിൽ ഇറങ്ങാൻ കഴിയുന്നില്ല, ദുആ ചെയ്യണം. അപ്പം അദ്ദേഹം കിണർ കുഴിക്കാരനാണെന്ന് എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, അല്ല എന്താണ് മൂപ്പർക്ക്? ബ്ലഡ് ക്യാൻസറാണ്. അപ്പോൾ അത് ആരോടും പറയാനുള്ള മടി കൊണ്ട്. ഭാര്യക്കറിയാം, ഭാര്യ പൂർണ്ണ പിന്തുണയാണ്. ഭാര്യ എല്ലാ കാര്യത്തിലും കൂടെയുണ്ട്. ചിത്ര അവിടെ പിന്നെ തിരുവനന്തപുരത്തേക്ക് പോരലും അവൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. പക്ഷെ ആ രോഗമുണ്ട് എന്നത് സമൂഹത്തോട് പറയുമ്പോൾ സമൂഹം എന്ന് കാണിക്കുന്ന, അതായത് രോഗിയായാൽ നിങ്ങൾ സന്ദർശിക്കുക. ഇപ്പം രോഗിയായ ഒരാളെ നമ്മൾ സന്ദർശിക്കാൻ ചെന്ന് തിരിച്ചു പോരുമ്പോഴാണ് വേറെ 3 ആൾക്കാർ കണ്ണൂർ പള്ളിക്കന്ന് ആണ്ട് പോണേ. അപ്പം നമ്മളോട് ചോദിക്കുക, എങ്ങനെയുണ്ടോ? ഓൻ്റെ പരിതാപകരല്ല. ക്യാൻസർ പിടിച്ചോൻ്റെ കാര്യം പരിതാപകരല്ല. ക്യാൻസർ ബാധിച്ച ഒരാള് വളരെ അനുഗ്രഹീതനാണ്. എല്ലാ കാര്യവും ക്ലിയറായി പറയാനുള്ളതൊക്കെ പറഞ്ഞ് കടം വീട്ടാനുള്ളതൊക്കെ വീട്ടി എല്ലാം റെഡിയായി മരണം വരുന്നുവെങ്കിൽ ഞാൻ കെലിമ ചൊല്ലി മരിക്കും എന്ന് ധൈര്യത്തിലിരിക്കണ ആളാണ് അയാള്. ഈ പോയി വരുന്ന നമ്മൾ കോഴിപ്പീടിയയിൽ കടം അല്ലേ? എല്ലായിടത്തും കടം. കല്ല് ഒരു ലോഡ് അവിടെ ഇറക്കി കാണും, ഇവിടെ ഒരു ലോഡ് ഇറക്കി കാണും, അപ്പുറത്ത് രജിസ്ട്രേഷന് പൈസ കൊടുത്താണ്, അവിടെ അഡ്വാൻസ് കൊടുത്താണ്. മരിച്ചണ നേരത്ത് ബോംബ് പൊട്ടി മരിച്ചണ മാതിരിക്കാരൻ. അപ്പോൾ രോഗം ബാധിക്കുന്നു എന്നുള്ളത് ദയനീയതയല്ല. രോഗം ഒരു പരീക്ഷണമാണ്, അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയല്ല.
അപ്പോൾ അവരെ നമ്മൾ സന്ദർശിക്കണം. ചില വീടുകളിൽ മക്കളായ നമ്മൾ ബാപ്പാൻ്റെ കൂട്ടുകാർ വരുമ്പോൾ നമ്മൾ പറയുക കാണണ്ട. ഡോക്ടർ പറഞ്ഞിട്ടല്ല, രോഗികളെ കാണാനയക്കാത്ത മക്കളുണ്ട്. രോഗം ബാധിച്ച ബാപ്പാനെ കാണാനയക്കാത്ത, കാണാൻ വരുന്ന ചായ കൊടുക്കേണ്ടി വരും. ബാപ്പാൻ്റെ പ്രായക്കാർ ചായക്ക് എന്നാൽ പഞ്ചാരിയും വേണ്ട, ചായപ്പൊടിയും വേണ്ട, ആകെ ഒരു ചൂടുള്ള വേണ്ടോ. അതിന് എത്ര ഉണ്ടോ അവർ വരും. അവർ വന്ന് ബാപ്പാൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു പോകുമ്പോൾ ആ ഉപ്പക്കും ആ ഉമ്മക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം, അതാണ് ഇസ്ലാമിൻ്റെ സ്വഭാവം. അപ്പോൾ ആ ഒരു തൻ്റെ ഇടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അദ്ദേഹം മാനസികമായ വിഷമങ്ങളില്ല, പ്രയാസങ്ങളില്ല. ഒരു ചെറുപ്പക്കാരന് രോഗം ബാധിച്ചാൽ നമ്മൾ അവനെ സഹായിക്കേണ്ടി വരും സാമ്പത്തികമായി. അവൻ്റെ പെൺകുട്ടിനെ കല്യാണം കഴിക്കണമല്ല, ബാക്കിയുള്ള ഒരുപാട് കാര്യത്തിൽ സഹായിക്കേണ്ടി വരും. അങ്ങനെയുള്ള സഹായങ്ങൾ മഹല്ലുകൾ നടത്തുന്നുണ്ട്. അതേപോലെ നമ്മൾ ഉള്ള സുഖത്തെ ഇട്ടെറിഞ്ഞു പോകരുത്. ആധുനിക കാലം കാമുകന്മാരെ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലമാണ്. എന്തുകൊണ്ടെന്ന് നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ആധുനികത കടന്നു വന്നപ്പോൾ സൗകര്യങ്ങൾ കൂടി. നമ്മളുടെ മൊബൈല് നമ്മൾ അപ്പോൾ പിന്നെ ഒരു സഹോദരി, ആ സഹോദരിയുടെ മൊബൈല് പുരുഷനെടുക്കുക, പുരുഷന്റെ മൊബൈല് ഭാര്യ എടുക്കട്ടെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമൊന്നും വെക്കണ്ട. പക്ഷേ ഓർത്തു നോക്കൂ നിങ്ങൾ, ഒറ്റപ്പെടാനുള്ള അവസരം കിട്ടിയത് കൊണ്ട് പലതരത്തിലുള്ള അവിഹിത ബന്ധങ്ങൾ കടന്നു വരുന്നു. ആ അവിഹിത പ്രവാസിയുടെ ഭാര്യ എന്ന് പറയുന്നത് ഒരു കഥയായിരുന്നു പണ്ട്. ഇന്ന് അങ്ങനെയല്ല. പ്രവാസ ജീവിതം നയിക്കുന്നവൻ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഓഫീസും അവൻ്റെ കമ്പനിയും ഒക്കെ പരസ്പരം ചിലപ്പോൾ ഇടപഴകേണ്ടി വരുന്ന ഘട്ടമാണ്. അവിടെയൊക്കെ ഈ അനിയന്ത്രിതമായ അവിഹിതമായ ബന്ധങ്ങൾ മൊബൈലിലൂടെ കടന്നു വന്ന് എത്രയോ ആത്മഹത്യകൾ എത്തിയിരിക്കുന്നു. എന്നിട്ട് ആ ആത്മഹത്യ ചെയ്തതിൻ്റെ ഫലമായി മക്കൾക്ക് പകരം രണ്ടാനുമ്മ വരുന്നു. ആ രണ്ടാനുമ്മ ബാപ്പയും കൂടിയിട്ട് ഈ കുട്ടിയെ മാരകമായി പരിക്കേൽപ്പിച്ച് ആ കുട്ടി മരണപ്പെടുന്നു. വേറൊരു കുട്ടിയെ നമ്മളെ സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പാണ് കോഴിക്കോട് ഏറ്റെടുത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് അല്ലാഹ് തന്ന ഒരു അനുഗ്രഹത്തെ നമ്മൾ മറ്റു രീതിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നത്, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങളെ കൊല്ലരുത്, ആത്മഹത്യ ചെയ്യരുത്. നമ്മൾ ക്ഷമിക്കുക, നല്ലോണം ക്ഷമിക്കുക. എന്തിനും നമ്മൾ രോഗമാണെങ്കിലും കാത്തിരിക്കുക. കടം സാമ്പത്തികമായി ആർക്കും ഉണ്ടാവും. പക്ഷേ നമ്മൾ വല്ലാതെ കടം വാങ്ങി അല്ലേ, ഇപ്പം നമ്മൾ മൊബൈൽ ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്കൊരു ലോണ് കിട്ടുമോ എന്ന് വെറുതെ പറഞ്ഞാൽ മതി. ആ വോയിസ് ഗൂഗിള് റെക്കോർഡ് ചെയ്യും. പിന്നെ നിങ്ങൾ ഇശ കഴിഞ്ഞാണ്ട് ഇത് തുറന്നു നോക്കിയാൽ ലോൺ സൗകര്യമുണ്ട്, ഈ ആപ്പിൽ നിൽക്കിയാൽ മതി. അപ്പോൾ നമ്മൾ സുബഹിയാകുമ്പോഴത്തേന് ഏകദേശം നമ്മൾ ഞെക്കാൻ റെഡിയാവും. അല്ലേ, ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ ആത്മഹത്യ ചെയ്തില്ലേ, പൊതുപ്രവർത്തകനാണ്, സാമൂഹികമായി ഒരുപാട് നന്മ ചെയ്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചെയ്യുന്ന ഒരു LLBക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അവനും ഇതേപോലത്തെ ഒരു അബദ്ധത്തിൽ, ചെറിയ കുട്ടിയാണ്, ഒരു 21-22 വയസ്സായ ഒരു ചെറുപ്പക്കാരാണ്, നമുക്കൊന്നും പറയാൻ വയ്യ. പക്ഷേ ഉപ്പമാർക്ക് വരെ. അപ്പോൾ സാമ്പത്തികമായ നിയന്ത്രണങ്ങൾ നമ്മുടെ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിലെ ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ, കൂട്ടുകെട്ട്, സൗഹൃദം, സ്നേഹം. നമുക്ക് പൈസ ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ആരോടും ഉണ്ടാക്കൂല. അസ്സലാമു അലൈക്കും. കൂട്ടത്തിലും കുടുംബത്തിലും പോകുന്നിടത്തും വരുന്നിടത്തും കല്യാണങ്ങളിലും ഒക്കെ എല്ലാവരും വേണം. ആ രംഗത്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖമായി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ സമാധാനത്തിനും ഉണ്ടാകും. മൻ ഖതല നഫ്സഹു ബിശൈഇൻ ഉസിബ ബിഹി യൗമൽ ഖിയാമ. ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അതേപോലെ അല്ലാഹ് നമ്മളെ ശിക്ഷിക്കും. ഒരു സഹോദരൻ, ആ സഹോദരൻ്റെ ഭാര്യ 3ാമത്തെ പ്രസവം പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ മാനസിക രോഗിയായി. സ്വാഭാവികമായി മെഡിക്കൽ ഒരു പിന്നെ എന്താ പറയുക, ഒരു ട്രീറ്റ്മെൻറ്റ് ഉള്ള ഒരു അസുഖമാണ്. ഞരമ്പ് വലിഞ്ഞു കഴിഞ്ഞാൽ ആ ഞരമ്പ് ചിലപ്പോൾ തിരിച്ച് വലിഞ്ഞതായില്ലെങ്കിൽ ചിലപ്പോൾ പ്രസവം കഴിഞ്ഞാൽ വരുന്ന ഒരു ടെൻഷൻ. അപ്പോൾ ആ ടെൻഷൻ ഉണ്ട് എന്ന് ഭർത്താവ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇത് ഷെയർ ചെയ്തു. ഭാര്യക്ക് ഇങ്ങനെ വന്നു, ഭാര്യ ഭ്രാന്തത്തിയായി എന്ന് പ്രഖ്യാപിച്ച് പോയിരുന്നെങ്കിൽ ആ കുടുംബം അല്ലി ശരിയാവൂലേ. പക്ഷെ അതിന് പകരം അദ്ദേഹം ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം അതിൽ ആയുർവേദവും അലോപ്പതിയും ഒക്കെ കൂട്ടി സുഖമായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്നും അധ്യാപിക ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരങ്ങളെക്കുറിച്ച്, വിഷമം വന്നു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരത്തെക്കുറിച്ച്
ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബോധവാന്മാരാകണം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. എന്തായിരുന്നു കാരണം എന്നറിയോ? അവൾക്ക് അവളുടെ ഋതുമതി പ്രായമെത്തിയപ്പോൾ അവൾക്ക് രക്തം വരാൻ തുടങ്ങി. അവളുടെ ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മ അതിനെക്കുറിച്ച് അവളെ ബോധവൽക്കരിച്ചില്ല. അവളത് അറിഞ്ഞില്ല. ചെറുപ്പകാലത്ത് മദ്രസ പഠിച്ചു പോയതല്ലേ, പിന്നെ അറിയില്ലല്ലോ. അങ്ങനെ അവളുടെ കൂട്ടുകാരിയോട് പറഞ്ഞു, കുറച്ച് നല്ല വലുപ്പമുള്ള കുട്ടിയുണ്ട്, അവൾക്കാണ് അവളുടെ ക്ലാസ്സിൽ ആദ്യമായി അത് വന്നത്. അപ്പോൾ അശുദ്ധി ബാധിച്ചപ്പോൾ അവൾ പറഞ്ഞു, മാരകമായ എന്തോ രോഗം എനിക്കുണ്ട്, എൻ്റെ വയറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ രക്തം വരുന്നു. അത് ഷെയർ ചെയ്യാൻ, ഒന്ന് പറയാൻ വീട്ടിൽ എന്തുകൊണ്ടോ സ്വാതന്ത്ര്യമില്ലാതെ പോയി. ആ കുട്ടി ആ ടെൻഷനോട് കൂടി അവളുടെ നീലശാലിൽ അവൾ തൂങ്ങി ലോകത്തോട് വിട പറഞ്ഞു. ഒരു പെൺകുട്ടി അവൾ ബെഡിൽ മൂത്രം വയ്ക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. വീട്ടുകാരും പറയാറില്ല. പക്ഷേ പുറത്ത് കിടക്ക ഉണക്കിയിട്ടത് കണ്ടപ്പോൾ അയൽവാസികൾ ചോദിച്ചാൽ, ആരാപ്പോൾ അവിടെ ബെഡിൽ മൂത്രമൊഴിക്കണോള് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഒരുത്തില്ലേ എന്നൊരൊറ്റ വാക്ക്. അത് കയറി വന്നപ്പോൾ അയൽവാസികൾ സൗഹൃദത്തിൽ സ്നേഹത്തിൽ ചോദിച്ചു. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ നമ്മളുടെ ആത്മഹത്യയെ നമ്മൾ മറികടക്കേണ്ടത് ദൈവബോധത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലും നരകത്തിൽ നമ്മൾ കിടക്കേണ്ടി വരും എന്ന ഭയാനകമായ അവസ്ഥ വെച്ചിട്ട് നമ്മൾ മറികടക്കുക. നമ്മുടെ മക്കൾക്ക് നമ്മൾ സമാശ്വാസത്തിൽ അവർക്ക് പറയാൻ, സ്വാതന്ത്ര്യത്തിൽ പറയാൻ കഴിയുന്ന വിധത്തിലായി മാറേണ്ടതുണ്ട്. സ്നേഹം അത് ഇസ്ലാം പഠിപ്പിച്ചൊരു സംസ്കാരമാണ്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുക, ഭർത്താവ് ഭാര്യനെ സ്നേഹിക്കുക, ബാപ്പ ഉമ്മാനെ സ്നേഹിക്കുക, ഉമ്മ വാപ്പാനെ സ്നേഹിക്കുക, മക്കൾ വാപ്പാനെ സ്നേഹിക്കുക, മക്കളെ വാപ്പ സ്നേഹിക്കുക. എന്നാൽ ഇന്ന് സ്നേഹം എന്ന വാക്ക് പ്രേമം എന്നതിലേക്ക് വഴി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? അപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോളേജുകൾ, സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്നിടത്തൊക്കെ ഈ ഇത്തരത്തിലുള്ള എന്താ പറയുക, അംഗീകരിക്കപ്പെടാത്ത ബന്ധങ്ങൾ സർവ്വസാധാരണമായി വരുന്നു. ആ സർവ്വസാധാരണമായി വരുന്ന ഒരു വിശ്വാസി കേൾക്കുന്നു, വല്ലദീന ആമനു അശദ്ദ ഹുബ്ബൻ ലില്ലാഹ്. നമ്മളുടെ ഇഷ്ടം ഏറ്റവും ഉള്ളത് ആരോടാ? അള്ളാഹിനോടാണ്. നമ്മളെ ഭാര്യനോടുള്ള ഇഷ്ടവും നമ്മളെ ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. ഏറ്റവും പ്രധാനം അള്ളാഹിനോടാണ് എന്നാണ്. ഇപ്പോൾ കോഴിക്കോട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. രാത്രിയാണ് ഓട്ടോറിക്ഷ ഓട്ടുക, പകൽ പലപ്പോഴും ഉറങ്ങല. അപ്പോൾ അദ്ദേഹം രാത്രി ഇങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ എന്നെ വീട്ടിലേക്ക് ആക്കിത്തരാം, പേരാമ്പ്രക്ക് ആക്കിത്തരാം അങ്ങനെ വന്നിട്ട് പറഞ്ഞ്, പടച്ചോൻ വല്ലാത്തൊരു സംഭവമാട്ടോ, പടച്ചോൻ്റെ അത്ര നമ്മളോട് സ്നേഹമുള്ള ആരും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇത് എഫക്റ്റ് ചെയ്തത്? അദ്ദേഹം പറയാണ്, ഞാൻ ഇങ്ങനെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ, രാവിലെ സുബഹിയൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യ പറഞ്ഞു വെക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വേഗം എഴുന്നേറ്റ് വേഗം ഒന്നും കൂടി പോകാൻ കഴിഞ്ഞു. കുപ്പായത്തിൻ്റെ ഒരു കൈയിട്ട് ഭാര്യനോട് പറഞ്ഞു, ഈ വെള്ളം വെച്ചോ അടുപ്പത്ത് വെച്ചോ. അപ്പൊ ഭാര്യ വെച്ചല്ലോ, അടുപ്പത്ത് വെക്കുമ്പോൾ അരി വരാൻ എന്താ, നമുക്ക് പാടവും പറമ്പൊന്നും ഇല്ലല്ലോ, അത് ഈ വെച്ചോ എന്നും പറഞ്ഞ് ഇയാളെ ഇറങ്ങിയാണ്. ഓട്ടോറിക്ഷന്റെ ചാവി എടുത്ത് കുറച്ചങ്ങ് പോയപ്പോൾ ഒരു ഉമ്മ അവിടെ കാത്തിരിക്കുന്നു. ആ ഉമ്മ കൈ കാണിച്ചു, വണ്ടി കയറുമ്പോൾ ചോദിച്ചു, മോനെ ഇത് മടക്കാണോ തുടക്കാണോ? ഏതായാലും ആ ഉമ്മ പറഞ്ഞു, മടക്കോ തുടക്കോ അതെ, നിങ്ങൾ തരുന്നത് തരി എന്നും പറഞ്ഞ് ആ ഉമ്മ ഇതിൽ കയറി 25 രൂപ കൊടുത്ത് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടെ ഷോപ്പിൽ നിന്ന് അദ്ദേഹത്തിന് അന്ന് 3/4 കിലോ വാങ്ങാം, 750 വാങ്ങാം, 750 ഗ്രാം അരി വാങ്ങി വീട്ടിലെത്തി. ഭാര്യനോട് ചോദിച്ചു, തിളച്ചോ? ഇല്ല, തിളക്കണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ എങ്ങനെ പറഞ്ഞാല്, വെള്ളം വെച്ചാൽ തിളക്കുമ്പോത്തിന് അരി തരാൻ അല്ലാതെ നമുക്ക് വേറെ ആരാ? ഈ ഒരു നമ്മളെ അള്ള സ്നേഹിക്കുന്നു എന്ന്, അള്ള നമ്മളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് എന്ന് തോന്നുന്നുവോ അന്ന് നമുക്ക് അള്ളാഹുവിനെ നമുക്ക് ഇഷ്ടപ്പെടാനാണ്. അപ്പോ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു ഇഷ്ടത്തിനും നമുക്ക് താല്പര്യം ഉണ്ടാവും. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാമുക ജീവിതം നയിക്കുന്ന, അതിന് പൂതി വെക്കുന്ന കോളേജ് കുമാരന്മാരും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ വിമാനയാത്രയെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുകയാണ്. വിമാനയാത്രക്ക് കയറിയാൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എയറോസ്റ്റസ്മാരെ മുഖത്തോട്ട് ഞാൻ നോക്കാറില്ല. കാരണം അവർ അലങ്കരിക്കപ്പെട്ടവരായിരിക്കും. ഞാൻ അത് അലങ്കരിക്കപ്പെട്ടതായി എന്നതുകൊണ്ടല്ല ഞാൻ നോക്കാത്തത്. എൻ്റെ ഭാര്യയെ ഞാൻ വിട്ടേച്ച് പോരുമ്പോൾ ഞാൻ വേറെ ആരെങ്കിലും കണ്ടിട്ട് എൻ്റെ ഭാര്യയോടുള്ള സ്നേഹം അത് കുറഞ്ഞു പോകുമോ എന്ന ഭയത്താലും എൻ്റെ
ഭക്തിയാലും ഞാൻ എൻ്റെ കഠിന നിയന്ത്രിക്കാനാണ് പതിവ്. പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാക്കുന്നത് ഈ ദുഃഖം മറക്കാനാകാം, വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ ആ സമയത്ത് മദ്യം വാങ്ങി കുടിക്കുന്ന മുസ്ലിം മലയാളികൾ വരെ ഉണ്ട്. ആകാശത്ത് കൂടിയൊക്കെ പോകുമ്പോൾ മര്യാദക്ക് നിൽക്കേണ്ട ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് വരെ മദ്യം. മറ്റുള്ളവരെ സംബന്ധിച്ച് അതില്ലല്ലോ, അവർക്കായിട്ട് നിയമമല്ല, ഹറാമാക്കിയ ഒന്നല്ല. പക്ഷെ നമ്മളെ ആളുകൾ മദ്യം വാങ്ങിക്കും. അപ്പോൾ ഒരു മുജീബ് റഹ്മാൻ എന്ന് പറഞ്ഞ ആളാണ് പറയുന്നത്. അയാൾ പറയാണ്, ഞാനിത് കുടിക്കൂല, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയപ്പോൾ അപ്പുറത്തിരിക്കണം പറയണം, ജന്യമായി എന്നാ അപ്പുറത്തിരിക്കണ പേരായുധനം കൃഷ്ണനൊക്കെ ഇക്കാര്യം ചോദിക്കുമ്പോൾ സഹാബിന്റെ പേരാണ് ചോദിക്കണം. നമ്മളൊക്കെ വാപ്പാല് എന്ത് കണ്ടിട്ടാട്ടത്. അപ്പോ മദ്യം അത് തിന്മയാണ്, അത് നമുക്ക് പാടില്ലാത്തതാണ്, അള്ളാഹ് ഹറാമാക്കിയതാണ്. ഒരു സ്ത്രീയെ ഒരു പ്രാവശ്യം നോക്കുന്ന അനുവദിക്കപ്പെട്ടത്, എയറോസ്റ്റസ് ആണെങ്കിൽ 3-4 വട്ടം നോക്കാന്നല്ല. അപ്പോ നമ്മളുടെ സംസ്കാരത്തിന്റെ ഏറ്റവും എന്താ പറയാ നന്മയുള്ള വശം നമ്മൾ വ്യഭിചരിക്കാതിരിക്കാനാണ്. ഡൽഹിയിലെ ഒരു പെൺകുട്ടിയെ വ്യഭിചരിച്ച് വാഹനത്തിൽ നിന്ന് പുറത്തേക്കിട്ട് കൊലപ്പെടുത്തിയ അതിന്റെ ഹൈക്കോടതി വിധി പറയുമ്പോൾ ആദ്യമായി ആ വിധി പകർപ്പിന്റെ മുകൾ ഭാഗത്ത് എഴുതിയത് പരിശുദ്ധ ഗ്രന്ഥത്തിലായിട്ടാണ്. നിങ്ങൾ ദൈവം പവിത്രമാക്കിയ ആത്മാക്കളെ നിങ്ങൾ കൊല്ലരുത്, നിങ്ങൾ വ്യഭിചരിക്കുകയും അരുത്. വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നുൻ. അത്രയും വൃത്തികെട്ട ഒരു തിന്മ ചെയ്തവർക്ക് വധശിക്ഷ വിധിക്കുമ്പോൾ ആ വിധിയുടെ ആദ്യ എഴുത്തിൽ ഇട്ടത് എന്താണ്? ആ വചനമാണ്, പരിശുദ്ധ ഖുർആനാണ്. അപ്പോൾ വ്യഭിചാരവും തിന്മയും അതുപോലെ തന്നെ ലഹരിയും ഒക്കെ എത്തുമ്പോൾ ഇത് ഹറാമാണ്. അത് കല്യാണമായാലും വേറെ ആയാലും വേറെന്തായാലും അത് തിന്മയാണ്, പാടില്ലാത്തതാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച് ആ സംസ്കാരം കല്യാണത്തിലും ഒരാൾ ജവാനാണെങ്കിലും അയാൾ ജവാനായി റിട്ടയർഡ് ആയാലും അതിന് കുപ്പി ഓഫർ ഉണ്ട് തന്നാലും അതൊക്കെ നമുക്ക് തിന്മയാണെന്ന് മനസ്സിലാക്കി നമ്മളുടെ സമ്പത്തും നമ്മളുടെ വസ്ത്രവും ഒക്കെ ശുദ്ധീകരിക്കപ്പെട്ട് ഹലാലാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഒരു ഹലാൽ അനുവദിക്കപ്പെടുന്ന ഒരു സംസ്കാരമുള്ള ഉമ്മത്ത് മാതൃകായോഗ്യമാവുക. ആ മാതൃകായോഗ്യമായ ഉമ്മത്തിലെ അംഗങ്ങളാണ് ഞാനും നിങ്ങളും. നമുക്ക് സമൂഹത്തിന്റെ മുമ്പിൽ മാതൃകയായി നിൽക്കാൻ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. രാജ്യത്ത് വിശ്വാസിയായി നിലനിൽക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നിലനിർത്തുമാറാകട്ടെ. ദീനിയായ പ്രബോധനം ചെയ്യാൻ ഉള്ള സ്വാതന്ത്ര്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഗസയിലും അതുപോലെയുള്ള രാജ്യത്തുമൊക്കെ കഷ്ടപ്പെടുന്ന സഹോദരന്മാർക്കും കുട്ടികൾക്കും അല്ലാഹു അവർക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ والمسلمين والمسلمات الله يوم الأموات إنك مجيب دعوات يا قاضي الحاجات وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.